ദൈവത്തിന്റെ വചനത്തിങ്കിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ഈ വലിയൊരു അവസരത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം കൊടുക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ബലഹീനതയിൽ അവന്റെ ശക്തി തികഞ്ഞു വരുന്നു. നമ്മൾ വേറെ ബലഹീനരായിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് കഴിയില്ല എന്ന് പറയുന്നിടത്ത് അവന്റെ ബലം വെളിപ്പെട്ട് വരുന്ന ആ വലിയ കൃപയോർത്ത് ഇന്ന് രാത്രിയിൽ നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. നമ്മുടെ ഒരു നന്മ കൊണ്ടല്ല നമ്മൾ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നത്. അവന്റെ ആഴമേറിയ സ്നേഹം നിമിത്തം അവൻ നമ്മളെ കണ്ടു, അവൻ നമ്മളെ തിരഞ്ഞെടുക്കുന്നു, അവന്റെ കണ്ണ് നമ്മളെ കണ്ടെത്തി. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഉപമകൾ നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏകദേശം 15ാമത്തെ ഉപമ, 14ാമത്തെ ഉപമ നമ്മൾ പഠിക്കുന്നു. അത് ഇൻട്രഡക്ഷൻ അടക്കം. ഇന്ന് മത്തായിയുടെ സുവിശേഷം 25ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായിരിക്കുന്ന ഒരു ഉപമയാണല്ലോ മത്തായിയുടെ സുവിശേഷം 25ാമത്തെ അധ്യായം. 25ാമത്തെ അധ്യായത്തിൽ അവിടെ പറയുന്നത് ബുദ്ധിയുള്ള കന്യകമാര്, ബുദ്ധിയില്ലാത്തവർ. നമുക്കൊന്ന് വായിക്കാം അതിന്റെ 1 മുതലുള്ള ചില വാക്യങ്ങൾ. 1 മുതൽ 13 വരെയാണ് ആ ഉപമയെക്കുറിച്ച് അവിടെ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കുവാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടി പാത്രത്തിൽ എണ്ണയും എടുത്തു. ഇവിടെ ഏതാ 2 കൂട്ടരെ കുറിച്ച് പറയുകയാണ്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽക്കാൻ വിളക്കെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരുണ്ട്. അപ്പോൾ മണവാളൻ പ്രതീക്ഷിക്കുന്നു ഈ 10 കന്യകമാരെ. മണവാളന്റെ പ്രതീക്ഷ ഒരുപോലെയാ 10 കന്യകമാരെ. 9 പേരെ വേറിട്ടും ഒരാളെ വേറിട്ടും അല്ല കാണുന്നത്. അല്ല, 5 പേരെ വേറിട്ടും ബാക്കി 5 പേരെ വേറൊന്നായിട്ടല്ല മണവാളൻ പ്രതീക്ഷിക്കുന്നത്. മണവാളന്റെ പ്രതീക്ഷ 10 കന്യകമാര് ഒരുപോലെ ആയിരിക്കണമെന്നുള്ളത്. ഇവിടെ കന്യകമാരെന്നാണ് പറയുന്നത്. അപ്പം അതിൽ നിന്നുള്ള പല പഠനങ്ങൾ അതിലുണ്ട്. പിന്നെ ഒന്നാമത്തെ കാര്യം, യഹൂദ വിവാഹത്തോട് ഇത് വളരെ ചേർന്ന് നിൽക്കുന്നു. ഇവിടെ മണവാളനെ എതിരേൽപ്പാൻ മണവാട്ടിയാണ് വരേണ്ടത്. പക്ഷെങ്കിൽ ഈ കന്യകമാരെന്ന് പറഞ്ഞാൽ തോഴിമാരാ, ബ്രൈഡ്സ് മെയ്ഡാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കഴിയുമ്പോൾ ആ മണവാളനോട് കൂടി സ്വർഗരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ വരുമ്പോൾ മണവാളനോട് കൂടി ഈ കന്യകമാരാകുന്നവരെല്ലാവരും തന്നെ ചേർക്കപ്പെടേണ്ടവരാണ്. അപ്പോൾ ഇവിടെ കന്യകമാർ എന്ന് പറയുമ്പോൾ ബ്രൈഡ്സ് മെയ്ഡ് എന്ന അതേസമയം തന്നെ മണവാളനെ എതിരേൽക്കുവാൻ ഇവർ പുറപ്പെട്ട് മണവാളനോട് കൂടെ എന്നേക്കുമായിരിക്കാൻ വിളിക്കപ്പെട്ടവരുമാണ്. അപ്പോൾ 10 കന്യകമാരോട് സദൃശം എന്ന് പറഞ്ഞു. 5 പേരെ കുറിച്ച് പറഞ്ഞു ബുദ്ധിയുള്ളവർ, 5 പേർ ബുദ്ധിയില്ലാത്തവർ. ബുദ്ധിയില്ലാത്തവരുടെ പ്രത്യേകത ഇവിടെ പറഞ്ഞു. അവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവർ എന്ത് ചെയ്തു? വിളക്കോടുകൂടി പാത്രത്തില് എണ്ണയും എടുത്തു. പിന്നെ 5ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ. മണവാളൻ താമസിക്കുന്ന എത്ര കാലമായി പറയുന്നു കർത്താവ് വരുന്നു എന്ന്. നമ്മുടെ അപ്പനും അപ്പൂപ്പന്മാരും അതിന്റെ അപ്പൂപ്പന്മാർ തൊട്ട് പറയുക കർത്താവ് വീണ്ടും വരുന്നു എന്ന്. ഇപ്പോൾ പലർക്കും അത് കേട്ട് തഴമ്പിച്ച ഒരു കാര്യമാണ്. ഇവിടെ വായിക്കുന്നു, മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചു. മണവാളൻ വരാൻ താമസിക്കുന്നു, എല്ലാവരും മയങ്ങിയും ഉറങ്ങിയും ഒക്കെ അവിടെ ഇരിക്കുകയാണ്. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, പകലിലല്ല വരുന്നത്. സകലർക്കും 10 കന്യകമാർക്കും രാത്രി വെളിപ്പെട്ടപ്പോൾ, 10 കന്യകമാരും രാത്രിയിലായിരുന്നപ്പോഴാണ് മണവാളന്റെ വരവ്. അർദ്ധരാത്രിക്കാണ് മണവാളൻ വരുന്നത്. അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്നൊരു ആർപ്പുവിളി ഉണ്ടായി. മണവാളന്റെ കൂടെ വരുന്ന തോഴന്മാര് അവർ മുന്നമേ പോയിട്ട് അവര് അവിടെ പ്രൊക്ലെയിം ചെയ്യും, അവിടെ ആർപ്പ് വിളിക്കും, മണവാളൻ വരുന്നുണ്ട്, അവനെ എതിരേൽക്കുവാൻ പുറപ്പെടുവീൻ. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു. 10 പേരും എഴുന്നേറ്റു. 5 പേര് മാത്രമല്ല. നിങ്ങൾ ഈ ബുദ്ധിയില്ലാത്തവരെ നമ്മൾ തീരെ കൊച്ചായിട്ട് കാണരുത്. എന്തുകൊണ്ടാണ് അവർ ബുദ്ധിയില്ലാത്തവരുടെ പറയാനുള്ളത് നമുക്ക് ചിന്തിക്കണം. 10 പേരും എഴുന്നേറ്റു. അപ്പോ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു. 10 പേരും വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് വിളക്ക് തെളിയിച്ചു, എഴുന്നേറ്റു. അവിടം കൊണ്ട് തീരുകയല്ല. ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് എന്ത് പറഞ്ഞു? ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട്, അതിന്റെ വിളക്ക്, അതിന്റെ തിരി, അതിന്റെ ജ്വാല ക്വെഞ്ചായി പോന്നു, കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീനെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവരെന്ത് പറഞ്ഞു? ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ
നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇന്ന് ആ വാക്യം നമുക്കൊന്ന് ശ്രദ്ധയോടെ ഒന്ന് ചിന്തിക്കണം. ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിക്കുവാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ആര് പറഞ്ഞു? ബുദ്ധിയുള്ളവർ പറഞ്ഞു. 10-ാം വാക്യം, അവർ വാങ്ങുവാൻ പോയപ്പോൾ, ആ ബുദ്ധിയുള്ളവർ പറഞ്ഞത് അവർ കേട്ടു, അവർ പോയി വാങ്ങുവാൻ പോയപ്പോൾ. അപ്പോൾ ഇത് എവിടെ കിട്ടുമെന്നും വലിയ ഊഹമില്ല. ആർക്ക്? ബുദ്ധിയില്ലാത്തവർക്ക്. ബുദ്ധിയുള്ളവർ പറയണം അവിടെ അവിടെ ഇന്ന സ്ഥലത്ത് കിട്ടും എന്നുള്ളത്. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു, വാതില് അടയ്ക്കുകയും ചെയ്തു. അതിന്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഈ കാലയളവിൽ ഏറ്റവും അധികം ധ്യാനിക്കേണ്ട ഒരു വേദഭാഗമാണ് നമ്മളുടെ മുമ്പിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് വരച്ചു കാട്ടിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായം. നാളും നാഴികയും അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. മത്തായി സുവിശേഷം 24-ാമത്തെ അധ്യായത്തില് ശിഷ്യന്മാർ യേശുവിനോട് ഇന്ന് ചോദിക്കുക, കർത്താവേ, നിന്റെ വരവ് എപ്പോഴാകും? ഇതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകാവസാനത്തിലുള്ള അടയാളം എന്തുള്ള ഈ 2-3 ചോദ്യങ്ങൾക്ക് 24-ാമത്തെ അധ്യായത്തിൽ കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാർക്ക് അവിടെ മറുപടി കൊടുക്കുന്നതാണ് കാണുന്നത്. ആ മറുപടിയിൽ എന്തായിരിക്കും അതിന്റെ ലക്ഷണങ്ങള്? ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും മേലാൽ സംഭവിക്കാത്തതുമായിട്ടുള്ള വലിയ കഷ്ടം വന്നു വരുമെന്നും സൂര്യൻ ഇരുളായി പോകുമെന്നും ധാരാളം കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പറഞ്ഞിട്ടാണ് 25-ാമത്തെ അധ്യായത്തിൽ ഈ 10 കന്യകമാരെ കുറിച്ച് പറയുന്നത്. എന്നാൽ അതിന് തൊട്ടു മുമ്പ് 24-ാമത്തെ അധ്യായത്തിന്റെ ഒടുവിലുണ്ട് ഒരു ഉപമയുണ്ട്. ഇതിനോട് ഏകദേശം സാമ്യമുള്ള ഒരു ഉപമ തന്നെയാണ്. ഒരു വീട്ടുടയവൻ വന്നിട്ട് വേലക്കാർക്ക് തക്ക സമയത്ത് ഭക്ഷണം കൊടുക്കാൻ ഏൽപ്പിച്ചു വെച്ച് പിന്നെ ആ ദാസന്മാര് അവരത് ചെയ്യാതെ കാണുമ്പോൾ ആ നല്ല വീട്ടുടയവന് അവരെ ദുഷ്ടദാസന്മാരെന്ന് വിളിച്ചിട്ട് അവരുടെ ജോലിയിൽ നിന്ന് അവരെ പുറത്താക്കുന്നു. അവരെന്തുകൊണ്ടാണ് ദുഷ്ടദാസന്മാരായി തീർന്നതെന്നറിയാമോ? അവിടെ 24-ാമത്തെ അധ്യായത്തിന്റെ 48-ാം വാക്യത്തിൽ, എന്നാൽ അവൻ ദുഷ്ടദാസനായി യജമാനൻ വരുന്നത് താമസിക്കുന്നെന്ന് ഹൃദയം കൊണ്ട് പറഞ്ഞു. യജമാനൻ വരാൻ താമസിക്കുന്നു. ഇനി എന്ന് വരാനാ? അല്ലെങ്കിൽ വരട്ടെ, പെതുക്കെ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കുറച്ചുകൂടി ഉറങ്ങട്ടെ, ഇനി എനിക്ക് നന്നാവാൻ സമയമുണ്ട്, ഇനി എനിക്ക് ജീവിതം തിരുത്തിയെടുക്കാൻ സമയമുണ്ട്, എൻ്റെ മുമ്പിൽ ഇനിയും വേണ്ടുവോളം സമയമുണ്ട്, അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നതല്ലേ ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ താമസിച്ച് അങ്ങനെ അലസതയിൽ ഇരുന്നവരെ അവരെ വിളിക്കുന്ന എന്താണ്? യജമാനൻ പറഞ്ഞത് ചെയ്യാത്തവര്, യജമാനൻ നമ്മളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്യാത്തവരെ നോക്കി 48-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ദുഷ്ടദാസൻ എന്നാ വിളിക്കുന്നത്. എന്തുകൊണ്ടാ വിളിക്കാൻ കാരണം? യജമാനൻ വരാൻ താമസിക്കുന്നു എന്ന് ഉള്ളം കൊണ്ട് പറഞ്ഞിട്ട്, ഹൃദയം കൊണ്ട് പറഞ്ഞ് യജമാനൻ വരാൻ താമസിക്കുന്നു, അത്രേ ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഉള്ളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു? കൂട്ടുദാസന്മാരെ അടിക്കുവാനും കുടിയാന്മാരോട് തിന്നു കുടിക്കുവാനും അവർ തുടങ്ങി. തോന്നിയതുപോലെ ജീവിക്കാൻ തുടങ്ങി, അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ തുടങ്ങി. അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെയൊക്കെ അവർ വെറുതെ അവരുടെ ഇഷ്ടത്തിന് അവർ ഉപയോഗിച്ചു. അവരുടെ ശരീരം എന്ന മന്ദിരത്തെ അവരതിനെ ബോധർ ചെയ്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ട ശരീരമാകുന്ന മന്ദിരത്തെ എങ്ങനെയെങ്കിലുമൊക്കെ അത് രോഗമാകത്തക്കവണ്ണം ഉള്ള ജീവിത രീതികളിലേക്കൊക്കെ അവര് പോയി. അവരെ നോക്കി ദുഷ്ടദാസന്മാരെന്നാണ് ഇവിടെ പറയുന്നത്. അവരിത്രയുമേ ചെയ്തുള്ളൂ. ഹൃദയം കൊണ്ട് പറഞ്ഞു, യജമാനൻ വരാൻ താമസിക്കുന്നു. ഹൃദയം കൊണ്ട് പറഞ്ഞപ്പോഴത്തേന് അതെല്ലാം പ്രവൃത്തിയിൽ അങ്ങ് വെളിപ്പെട്ടു വന്നു. ഹൃദയം കൊണ്ട് അതങ്ങനെ പറഞ്ഞപ്പോൾ പ്രവൃത്തിയില് ജീവിതത്തില് ദൈവത്തിന്റെ വഴിയിലേക്ക് അവർക്ക് കടന്നു പോകാൻ കഴിയുന്നില്ല. ക്രിസ്തുവിനെ രാജാവായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നില്ല. യേശു എൻ്റെ ജീവിതത്തെ ഭരിക്കണമേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. തന്നിഷ്ടത്തിന് അവർ ജീവിക്കുന്നു. കൂട്ടുദാസന്മാരെ അടിക്കുവാനും കുടിയാന്മാരോടുകൂടി തിന്നു കുടിപ്പാനും തുടങ്ങിയാൽ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിനോട് ചേർന്ന് തന്നെ അതേ തീമുള്ള അതേ മെസ്സേജുള്ള ദൂതുള്ള ഒരു പാരബിളാണ് 25-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും. ബുദ്ധിയില്ലാത്തവർ എപ്പോഴും പറയുന്നത് എന്താണ്? ബുദ്ധിയില്ലാത്തവരെ കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. അവരെ നോക്കി യജമാനൻ പറയും, ദുഷ്ടദാസി, ഏൽപ്പിച്ചത് ചെയ്യാത്തവർ, തൻ്റെ സ്വന്തം ഇഷ്ടത്തിന് തോന്നിയതുപോലെ ജീവിച്ചവർ.
അവരുടെ പ്രയത്നത്തിൽ നിന്ന്, അവരുടെ ജോലിയിൽ നിന്ന് അവരെ പുറത്താക്കും. അവർക്ക് വേണ്ടിയിട്ട് വാതിൽ യജമാനൻ അടയ്ക്കുകയും ചെയ്യും. ഈ വാതിൽ അടയ്ക്കാൻ സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമ്മൾ ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണ്. അത് കർത്താവ് വരുമ്പോൾ പോകാൻ വേണ്ടിയിട്ടല്ല. ഞാൻ ഇന്ന് എൻ്റെ ജീവൻ പോയാൽ, ഇന്ന് എൻ്റെ ആയുസിന്റെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന് എങ്കിൽ, ഈ 20 ഏപ്രിൽ ആണ് എങ്കിൽ, ഞാൻ എവിടാണ് പോയി ലാൻഡ് ചെയ്യാൻ പോകുന്നത്? അതാണ് നമ്മുടെ വിഷയം. കർത്താവ് വരുമ്പോൾ, കർത്താവിന്റെ സമയത്ത് കർത്താവ് ഇങ്ങ് വരും. അവൻ വരുന്നത് വൈകിയാലും അവൻ വരും. അപ്പോൾ പഴയ നിയമകാലത്തും കർത്താവിന്റെ വരവിനെ കുറിച്ച്, യഹോവയുടെ വെളിപ്പെടലിനെ കുറിച്ച് നല്ല ഗ്രാഹ്യം അവർക്കുണ്ടായിരുന്നു. ഇത് പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം 25-ാമത്തെ അധ്യായത്തിൽ പുതുതായിട്ട് തുടങ്ങിയ ഒരു കാര്യമല്ല. കർത്താവ് അത് ശിഷ്യന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു. മലാക്കി പ്രവചനം 3:1 നമ്മൾ വായിച്ചാൽ നമുക്ക് അവിടെ കാണാം, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ആരാ ദൂതൻ? കർത്താവ് യേശു ക്രിസ്തു. മലാക്കി പ്രവാചകൻ വിളിച്ചു പറയാ, എനിക്ക് മുമ്പായിട്ട് വഴി നിരത്തേണ്ടതിന് ദൂതനെ അയക്കുന്നു. ആ ദൂതനാണ് ഇവിടെ വിളിച്ചു പറയുന്നത്. ഈ മത്തായി എഴുതിയ സുവിശേഷം 25-ാമത്തെ അധ്യായം നമ്മൾ വായിച്ചത്. അവിടെ വായിക്കുന്ന മലാക്കി 3:1, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും. ഈ കർത്താവ് പെട്ടെന്ന് വരുമെന്ന് മലാക്കി 3:1 പറയുന്നു. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പഴയ നിയമ ഭക്തന്മാർക്കും വ്യക്തമായിട്ട് അറിയാമായിരുന്നു മശിഹ വരുമെന്നുള്ളത്. മശിഹായുടെ ഒരു വരവുണ്ട്, ഒരു മഹത്വ പ്രത്യക്ഷത ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അവർക്കറിയായിരുന്നു. യൂദായുടെ ലേഖനത്തിൽ നമുക്കറിയാം, ഹാനോക്കിന്റെ പുസ്തകത്തിൽ നിന്ന് എഴുതിയിരിക്കുന്ന ഒരു കാര്യം യൂദായുടെ ലേഖനത്തിൽ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ 66 പുസ്തകങ്ങൾ കൂടാതെ മറ്റു ധാരാളം പുസ്തകങ്ങളുണ്ട്. ഇത് കാനനൈസ് ചെയ്ത പുസ്തകങ്ങളാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. എന്നാൽ ചരിത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അത്ര പുസ്തകങ്ങളൊക്കെ പോയി റെഫർ ചെയ്താൽ മനസ്സിലാകും. ഇവിടെ യൂദായ്ക്ക് അത് റെഫർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലതൊക്കെ നോക്കി പഠിക്കുന്നതിനകത്ത് കുഴപ്പമില്ലല്ലോ. യൂദ പറയുന്നു, യൂദാ ലേഖനത്തില് 14-ാം വാക്യത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ആദാം മുതൽ 7-ാമനെ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം, ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠുരങ്ങളും നിമിത്തം ഭക്തികെട്ടവരെയൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോടുകൂടി വന്നിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് ഇത് പറയുന്നത്, രഹസ്യവരവിനെ കുറിച്ചല്ല. രഹസ്യവരവ് കഴിഞ്ഞിട്ട് ഒരു മഹത്വ പ്രത്യക്ഷതയുണ്ട്. കാല് വന്ന് ഒലിവുമല കുത്തുന്ന ഒരു സമയമുണ്ട്. അതിനെക്കുറിച്ച് ആരെഴുതിയിരിക്കുന്നു? ആദാം മുതൽ 7-ാമനെ ഹാനോക്ക് എഴുതിയിരിക്കുന്നത് യൂദായുടെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, പഴയ നിയമ ഭക്തന്മാർക്ക് ചില വ്യക്തതയുണ്ടായിരുന്നു. ഈ മശിഹ വരുമെന്നും ആ മശിഹയുടെ വരവിന്റെ പല ഘട്ടങ്ങൾ ഉണ്ടെന്നും, എന്നാൽ അത് എങ്ങനെയാണെന്ന് അവർക്ക് അത്ര അങ്ങോട്ട് വെളിപ്പെട്ട് വന്നുമില്ല. എന്നാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. കാരണം കർത്താവ് യേശു ക്രിസ്തുവിന്റെ വായിൽ നിന്ന് തന്നെ ചില ഉപമകളിൽ കൂടി നമുക്ക് പഠിക്കാനിടയായിത്തീരുന്നു. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നവന്റെ മഹത്വ പ്രത്യക്ഷതയെ കുറിച്ച് വെളിപ്പാട് പുസ്തകം നമ്മൾക്ക് മുമ്പിൽ തുറന്നിരിക്കുന്നു. അതിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം, അവൻ വരും, അവൻ വൈകിയാലും വരും. അതുപോലെ പഴയ നിയമത്തിലെ ചില ഉദ്ധരണികൾ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുക, കർത്താവ് വരും എന്നുള്ളതിന്റെ തെളിവുകളായിട്ട്. സെഫന്യാവിന്റെ പുസ്തകം 3:8 വായിക്കുന്നു, മഹാപുരോഹിതനായ യോശുവേ, നീയും നിന്റെ മുമ്പിൽ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരും കേട്ടുകൊള്ളുവീൻ, അവർ അത്ഭുത ലക്ഷണ പുരുഷന്മാരല്ലോ. ഞാൻ എൻ്റെ ദാസനായ മുള എന്നവനെ വരുത്തും. ആരാ? എൻ്റെ ദാസനായ മുള, ഇശായുടെ വേരിൽ നിന്ന് മുളച്ചു വന്നവൻ. അത് ആരാ? കർത്താവ് യേശു ക്രിസ്തു. ആരാ മുള? കർത്താവ് യേശു ക്രിസ്തു, ബ്രാഞ്ച്. ഈ ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നത്. സെഫന്യാ 3:8 നോക്കണം. പഴയ നിയമത്തിലെ ഉദ്ധരണികൾ കണ്ടില്ലേ ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച്? ഇവിടെ നമ്മൾ 24 വായിച്ചു, അവൻ യജമാനൻ വൈകിയേ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ദുഷ്ടദാസന്മാരെ കുറിച്ച്. ഹബക്കുക്ക് 2:3 വായിക്കുന്നു, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായിട്ട് കാത്തിരിക്കുക, അത് വരും. ദർശനം, ഇതാ കർത്താവ് ക്രിസ്തു വരുന്നു എന്നുള്ള ആ സത്യം വരും, നിശ്ചയം, താമസിക്കുകയുമില്ല.
നമ്മൾ താമസിക്കുന്നു എന്ന് പറയുന്നത് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അതേ പെട്ടകത്തിന്റെ വാതിൽ തുറന്നിട്ടുകൊണ്ട് ഈ രക്ഷിതാവ് കാത്തിരിക്കുക, കയറട്ടെ. ഇനി ഈ പെട്ടകത്തിനകത്ത് ഇനിയും കയറാനുള്ളവരുണ്ട്. 11-ാം മണി നേരത്തും വരാനുള്ളവരുണ്ട്. 3-ാം മണി നേരത്തും 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ഒക്കെ പോയി വിളിച്ചു, ആൾക്കാരെ വിളിച്ചു, മെനക്കെട്ട് നിന്നവരെയൊക്കെ വിളിച്ച് കയറ്റി പെട്ടകത്തിനകത്ത്. ഇനി 11-ാം മണി നേരത്താണെങ്കിലും കയറി വരാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരട്ടെ എന്നോർത്ത് കാത്തു നിൽക്കുക. രക്ഷയുടെ കവാടം തുറന്നു വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ കയറി വരിക. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവർക്കും യഹോവ നല്ലവൻ. ഞാൻ പറഞ്ഞു വന്നത് പഴയ നിയമത്തിലും മശിഹയുടെ വരവിനെ കാത്തു നിന്നവരായിരുന്നു. അതെ, ദൈവാലയത്തിൽ ശിമിയോൻ എന്ന പുരോഹിതന് കർത്താവ് യേശുക്രിസ്തുവിന്റെ ജനനകാലത്ത് ഇസ്രായേലിന്റെ ആശ്വാസകാലങ്ങളെ കാത്തിരുന്ന ഒരുവനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന അവിടെ. നമുക്ക് കടന്നു വരാം 25-ാമത്തെ അധ്യായത്തിലെ 10 ബുദ്ധിയുള്ള കന്യകമാരും 10 ബുദ്ധിയില്ലാത്ത കന്യകമാരും. ഇതിനകത്ത് പ്രധാനമായിട്ടൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ലോങ് ഡിലേ ഇവിടെ കാണുന്നത്. വൈകുന്നു, വളരെ വൈകി വരുന്നു. പിന്നെ അതുപോലെ മറ്റൊന്ന്, അർദ്ധരാത്രിക്കാണ് ഇതിന്റെ സംഭവം നടക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം കന്യകമാരുടെ കരകളിലെല്ലാം അവരുടെ കയ്യില് വിളക്ക് കൊടുത്തിട്ടുണ്ട്. അവരാരും എനിക്ക് വിളക്കില്ലായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എനിക്ക് വിളക്കിനകത്ത് തിരിയില്ലായിരുന്നു, ഇങ്ങനൊക്കെ ഒത്തിരി മുടന്തന്യായമാണ് നമുക്കുള്ളത്. ഇതെല്ലാം അവരുടെ കൈ കൊടുത്തിട്ടുണ്ട്. എണ്ണ വാങ്ങിക്കാനുള്ള പ്രൊവിഷൻ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെങ്കിൽ അവർ പ്രതീക്ഷിച്ചതിലും താമസിച്ചു വരുന്ന ഒരു മണവാളനെ എതിരേൽക്കുന്ന കുറച്ചു പേരെ കുറിച്ച് നമ്മളിവിടെ വായിച്ചത്. 5 പേർ ബുദ്ധിയില്ലാത്തവർ, 5 പേർ ബുദ്ധി ഉള്ളവരും. ഇവിടെ ഫൂളിഷ് വൈസ് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം നല്ലതും ചീത്തയും എന്നുള്ളതല്ല. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഓർ ബാഡ്, അങ്ങനെയല്ല അതിവിടെ മീൻ ചെയ്യുന്നത്. ഫൂളിഷ് വൈസ് എന്ന് പറയുമ്പോൾ വിവേകമുള്ളവരും വിവേകമില്ലാത്തവരും, ചിന്തിക്കാൻ കഴിവുള്ളവരും ചിന്തിക്കുന്നവരും. വായിച്ചിട്ടുണ്ട് പ്രവാചക പുസ്തകത്തിൽ ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെന്ന്, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെന്ന്. നമ്മൾ വിവേകഹീനരായിട്ട് തീരരുത്, നമ്മൾ ചിന്തിക്കുന്നവരായിട്ട് തീരണം. നമ്മൾ ചിന്തിക്കണം, ദൈവത്തിന്റെ വചനം മുന്നിൽ വെച്ച് ചിന്തിക്കണം. കാലങ്ങളെ നോക്കി നമ്മൾ ചിന്തിക്കണം. അത് പിന്നെ അത്തി തളിർക്കുമ്പോൾ നോക്കി അത് കാണുമ്പോൾ ചിന്തിക്കണം. പിന്നെ ആകാശത്ത് കാർമേഘം വരുമ്പോൾ, ഗൾഫിൽ ഇപ്പൊ എല്ലാവർക്കും അറിയാം മഴ ദാ വരുന്നു എന്ന്, 24-ാം തീയതി അടുത്ത മഴ വരുന്നു അറിയാം. നമ്മൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് വിവേകമുള്ളവർ അത് തിരിച്ചറിയുന്നു, അതിനു വേണ്ട പ്രിക്കോഷൻ എടുക്കുന്നു. ഫൂളിഷ് വൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ബാഡ് ആൻഡ് ഗുഡ്, പക്ഷെങ്കിൽ നമ്മൾ വിവേകമുള്ളവരായിരിക്കണം, വിവേകശൂന്യരായിട്ടിരിക്കരുത്, ചിന്താശൂന്യരായിട്ടിരിക്കരുത്. നമ്മൾ ചിന്തിക്കുന്നവരായിട്ടിരിക്കണം. ചിന്തിക്കുന്നവർക്ക് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിന്റെ 3 തൊട്ട് അടുത്ത 7 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാ വായിക്കുന്നത്. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല, ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടി പാത്രത്തിലെ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ, കണ്ട ഇവിടെ വിഷയം കണ്ട, മണവാളൻ താമസിച്ചാ വരുന്നത്. എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി, ബുദ്ധിയുള്ളവരും ഉറങ്ങി, ബുദ്ധിയില്ലാത്തവരും ഉറങ്ങി. അപ്പോൾ ഇവിടെ ഈ ഉറക്കം എന്ന് പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ഒരു ഉറക്കത്തെ കുറിച്ച്. അവരുറങ്ങിയാലും ബുദ്ധിയുള്ളവരുടെ ആത്മാ എപ്പോഴും ഉണർന്നായിരിക്കുന്നത്. നമ്മുടെ ശരീരം ക്ഷീണമുള്ളവരാണ്, നമ്മൾ ഉറങ്ങും. പക്ഷെങ്കില് പ്രാർത്ഥനയിൽ ഇരിക്കുന്നവർ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, അവന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരുടെ ആത്മാവ് എപ്പോഴും അത് ജീവനുള്ളതാ. ഏത് സമയത്ത് അർദ്ധരാത്രിക്കും അകത്ത് തുടിക്കുന്ന ഒരു ആത്മാവ് ഉള്ളത് കൊണ്ട് അകത്ത് മയക്കമില്ല, പുറത്തേ ഉള്ളു മയക്കം. എന്നാൽ ഇവിടെ ഫിസിക്കലി ഇവരെല്ലാവരും ഉറങ്ങി. 6-ാം വാക്യം, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവൻ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു, വിളക്ക് തെളിയിച്ചു. ഇവിടെ കുറച്ച് സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ കഴിയും. ബുദ്ധിയുള്ളവരെയും ബുദ്ധിയില്ലാത്തവരെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെയുള്ള കാര്യങ്ങൾ. 2 പേർക്കും ഒരേപോലത്തെ ഡ്രസ്സുണ്ട്. 2 പേരും 2 കൂട്ടരും കന്യകമാരാ. രണ്ട് പേരുടെ കയ്യിലും വിളക്കുണ്ട്. 2 പേരും വിളക്ക് എടുത്തു. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. വിളക്കുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ 2 പേരും കയ്യിലെടുത്തു. 2 കൂട്ടരും വിളക്ക് കത്തിച്ചു. 2 പേരുടെയും വിളക്കിനകത്ത് എണ്ണ ഉണ്ടായിരുന്നു. വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നു. പക്ഷെ ബുദ്ധിയില്ലാത്തവരുടെ കയ്യിലെ വിളക്കിന്റെ എണ്ണ രാത്രി മുഴുവൻ കത്തി നിൽക്കാനില്ല, തികയത്തില്ലായിരുന്നു. അവിടെയാണ് അതിന്റെ വിഷയം വരുന്നത്. വിളക്കോടുകൂടി എണ്ണ എടുത്ത് ബുദ്ധിയില്ലാത്തവരുടെ കയ്യിലെ വിളക്കിന്റെ എണ്ണ
സഫീഷ്യന്റ് ആയിരുന്നില്ല. പിന്നെ അതുപോലെ രണ്ടുപേരും ഒരേ സ്ഥലത്തിരുന്നു. അവര് ഒരേ കൂട്ടായ്മയിൽ കൂടി, ഒരേ ബൈബിൾ സ്റ്റഡിക്കിരുന്നു, ഒരേ ദൈവാലയത്തിൽ പോയി, ഒരേ സഭയിൽ കൈകൊട്ടി പാട്ടുപാടി. രണ്ടുപേരും കേട്ടു മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പുവിളി. രണ്ടുപേരും കേട്ടു, രണ്ടു കൂട്ടരും കേട്ടു. രണ്ടുപേരും കാത്തിരുന്നവരാ. രണ്ടുപേരും അവരെ എതിരേൽപ്പാൻ അവര് രണ്ടു കൂട്ടരും എഴുന്നേറ്റു. എല്ലാവരും എഴുന്നേറ്റു. 7-ാം വാക്യം, കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു. രണ്ടു കൂട്ടരും എഴുന്നേറ്റു. മണവാളൻ വരിക. അപ്പൊ മണവാളൻ 10 പേരെ ഒരുപോലെ കാണാനാണ് അവിടെ താല്പര്യപ്പെട്ടത്. പക്ഷെങ്കില് വളരെ പരിതാപകരമായിട്ട് നോക്കിയാല് ഇതിലൊരു കൂട്ടരുടെ കയ്യില് എണ്ണയില്ല എന്നല്ല, പക്ഷെ അപ്രതീക്ഷിതമായിട്ടുള്ള നീണ്ട ഒരു കാലതാമസം നേരിട്ടപ്പോൾ ഈ 5 പേർക്ക് ബുദ്ധി ഇല്ലാത്തവരുടെ കയ്യിൽ എണ്ണ മതിയായി വന്നില്ല. എണ്ണ അവർക്ക് മതിയായിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ എന്താണ് പറ്റുന്നത്? അപ്പോഴും ആർപ്പുവിളി കേൾക്കുമ്പോഴും അവരുടെ വിളക്ക് കത്തുന്നുണ്ട്. അല്പം കത്തിച്ചപ്പോ കത്തുന്നുണ്ട്. പക്ഷെങ്കില് പതുക്കെ അത് അണഞ്ഞു തുടങ്ങി. പതുക്കെ അതിന്റെ വെളിച്ചം കുറഞ്ഞ് അത് അണഞ്ഞു തുടങ്ങി. അത് എണ്ണ എന്തിനെ കാണിക്കുന്നു? തീർച്ചയായിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒറ്റ ഒരു ആംഗിളിൽ നമ്മൾ നോക്കും. പരിശുദ്ധാത്മാവിനാൽ നിറയണം. മറ്റു കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ വചനം ഒരു വശത്ത് വെച്ചിട്ട് പരിശുദ്ധാത്മാവിനാൽ അന്യഭാഷ വേണം, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ വേണം, എനിക്ക് പ്രവാചകനാകണം, എനിക്ക് ദർശനം വേണം, ഇതിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ടീച്ചിങ് ഉണ്ട്. പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്ന് പറയുമ്പോൾ വചനം കേട്ടവരില്ല പരിശുദ്ധാത്മാവ് വരുന്നത്. വചനം അകത്ത് കയറുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ഇഫക്റ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. പരിശുദ്ധാത്മാവിന്റെ ഹേമം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ വചനം അകത്ത് പ്രവേശിക്കണം. അല്ലാതെ ഉണ്ടാകുന്ന തുള്ളലും ചാട്ടവും, അല്ലാതെ ഉണ്ടാകുന്ന ഇമോഷനും ഒക്കെ അല്പസമയത്തേക്കുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് ഈ തീയുടെ അടുത്ത് വരുന്ന ഈയലിനെ പോലെ. നമുക്കറിയാമല്ലോ നാട്ടിൽ ഈയൽ തീ അങ്ങോട്ട് കൂട്ടുമ്പോഴത്തേന് ഈയലെല്ലാവരും കൂടെ ഒരുമിച്ച് വരും. അവരുടെ അവസാനമോ അവരെല്ലാവരും തീ കണ്ടു വന്നു, പക്ഷെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ കഴിവില്ല ഇതിന്റെ അടുത്ത് പോയാൽ ഞങ്ങൾ കത്തിപ്പോകുമെന്നുള്ളത്. ദൈവത്തിന്റെ വചനമില്ലാതെ പരിശുദ്ധാത്മാവ് ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നത് എന്തും പരിശുദ്ധാത്മാവല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പറയുന്നു എണ്ണ നിറച്ചു വേണം, എണ്ണ വേണം. പരിശുദ്ധാത്മാവ് എപ്പോഴും അതുകൊണ്ട് ദൈവവചനത്തോടും ദൈവഹിതത്തോടും ചേർന്നാണ് നിൽക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മളോട് സംസാരിക്കത്തില്ല. ദൈവവചനത്തിൽ ഇല്ലാത്തൊരു ദർശനം നമുക്ക് തരത്തില്ല. ദൈവവചനത്തിലില്ലാത്തൊരു പ്രവചനം നമുക്ക് തരത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനം ഒരുപോലെ മുൻപോട്ട് പോകും. ദൈവഹിതത്തോട് അത് ചേർന്ന് നിൽക്കുക. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത്, നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപമാ. ആ ദീപം എങ്ങനെ കത്തുന്നത്? പരിശുദ്ധാത്മാവിനല്ല കത്തുന്നത്. വചനമാണ് കാലിന് ദീപം, എൻ്റെ പാതയ്ക്ക് പ്രകാശമാകുന്നു. നോക്കണം, വചനവും ആ ദീപവുമായിട്ടുള്ള ആ പ്രകാശവുമായിട്ടുള്ള ബന്ധം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. അപ്പൊ നമ്മളിവിടെ വായിച്ചു, ഇത് കയ്യിലില്ലാത്തവരെ കുറിച്ച് അവർ വിശ്വസ്തരുമല്ല ബുദ്ധിമാനുമല്ല എന്നുള്ളത് നമുക്ക് കാണാം. അവരെ നോക്കിയിട്ട് ദുഷ്ടദാസൻ എന്ന് കർത്താവിന് പറയാനായിട്ട് ഇടയായിട്ട് തീരും. 8-ാമത്തെ വാക്യം, അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് കെട്ടുപോകുന്നു. ഇല്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ. അവർക്കൊരു കാര്യം മനസ്സിലായി, അങ്ങനെ ഒരു ബുദ്ധി അവർക്കുണ്ടായി. അത് കെടാൻ തുടങ്ങുന്നു എന്ന് കാണാനുള്ള ബുദ്ധി അവർക്കുണ്ടായി. ഇന്ന് അപ്രകാരം ഒരു ബുദ്ധി നമ്മൾക്ക് ഏവർക്കും തീർച്ചയായിട്ടും ഉണ്ടാവണം. ഈ വിളക്ക് കിടാൻ പോവുകയാണോ, ഇത് കരിന്തിരി കത്തുവാണോ, അതോ ഇതിനകത്ത് എണ്ണയുണ്ടോ എന്നുള്ളത് ഒന്ന് തിരിച്ചറിയാനുള്ള കൃപ. സെന്റ് കുപ്പി, നമ്മുടെ പെർഫ്യൂം ബോട്ടിലെ പെർഫ്യൂം മുഴുവൻ തീർന്നാലും കുറച്ച് നാളൂടെ അതിന് മണം കാണും. കുറച്ച് നാൾ കിസ് കിസ് എന്ന് കേൾക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെങ്കിൽ മണം കാണും അതിന്. എത്ര നാൾ കാണും? കുറച്ച് നാളെ കാണത്തുള്ളൂ. പക്ഷെങ്കിൽ ഈ തീർന്നു എന്നുള്ളത് തിരിച്ചറിയുന്നവൻ ഭാഗ്യവാൻ. അവൻ അടുത്തൊരു ബോട്ടിൽ അവിടെ കരുതി വെക്കും. കെട്ടുപോകുന്നത് കൊണ്ട് എണ്ണയിൽ കുറച്ച് തരുവീൻ എന്ന് ഇവരെ ബുദ്ധിയുള്ളവരോട് പറഞ്ഞു. കെട്ടുപോകുക. എന്താ കെട്ടുപോകുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്ക് അല്ലേ. പിന്നെ ഉത്തമഗീതത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവിടെ മണവാളനോട് പറയാം, എന്നെ ഒരു മുദ്രമോതിരമായിട്ട്. മണവാട്ടി പറയാ മണവാളനോട്, കാത്തു നിൽക്കുക മണവാളന് വേണ്ടിയിട്ട്. മണവാട്ടിയുടെ ഒരൊറ്റ ആഗ്രഹതേ ഉള്ളൂ, എൻ്റെ മണവാള എന്നെ ഒരു മുദ്രബോധനമായിട്ട് നിന്റെ ഹൃദയത്തിലും
ഒരു മുദ്ര മോതിരമായിട്ട് നിന്റെ ഭുജത്തിലും വെച്ചുകൊള്ളണമേ. നിന്റെ ഹൃദയത്തിൽ ഞാൻ എപ്പോഴും ഇരിക്കണം. നീ എങ്ങോട്ട് തിരിഞ്ഞാലും നീ ഞാനായിരിക്കണം നിന്റെ ഹൃദയത്തിൽ. ഒരു മണവാട്ടിയുടെ സെൽഫിഷ്നെസ് കണ്ടോ? ഒരു മണവാട്ടിയുടെ സ്വാർത്ഥത കണ്ടോ? അപ്രകാരം ഒരു സ്വാർത്ഥത നമുക്ക് ഏവർക്കും ഉണ്ടാകണം. അപ്രകാരം ഒരു കോമ്പറ്റിങ് സ്പിരിറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് എൻ്റെ മണവാളിനോട് ഏറെ അടുത്തിരിക്കണം. മണവാളിന്റെ ഹൃദയത്തിൽ ഞാൻ ആയിരിക്കണം മുഴുവനും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോശമായ ഒരു അസൂയയിലേക്ക് പോവുക എന്നുള്ളതല്ല. അപ്രകാരമുള്ള ഒരു നിർബന്ധം ഒരു മണവാട്ടിക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ എന്നെ ഒരു മുദ്രമോതിരമായിട്ട് നിന്റെ ഭുജത്തിൽ വെക്കണം. മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ എന്താ? അത് അധികാരത്തിന്റെ മോതിരമാ, അത് അധികാരമാ. അപ്പോൾ മണവാളിനോട് പറയാണ്, മണവാട്ടി എന്നെ നീ ഒരു അധികാരത്തിന് പാത്രമാക്കി തീർക്കണം. എന്നിട്ട് പറയുന്നു, ഇത് ഉത്തമഗീതം 8:6 തൊട്ട് 7 വരെയുള്ള വാക്യമാണ് ഞാൻ വായിക്കുന്നത്. മണവാട്ടി പറയാ, പ്രേമം മരണം പോലെ ബലമുള്ളതാ, പത്നീവ്രത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ള. മണവാള, എൻ്റെ നിന്റെ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ബലം എന്ന് പറഞ്ഞുണ്ടല്ലോ, മരണം പോലെ ബലമാ. മരണത്തെ ആർക്കെങ്കിലും അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റൂ? 8 മണിക്ക് ഒരാൾ മരിക്കുമെന്ന് സ്വർഗം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ 7:59 നടക്കത്തില്ല, 8:01 ആയിരിക്കത്തില്ല നടക്കുന്നത്. അതുപോലെ അതിന് ബലമാ. പത്നീവ്രത ശങ്ക പാതാളം പോലെ കടുപ്പമുള്ളത്. എനിക്ക് നിന്നോടുള്ള ബന്ധം എന്ന് പറഞ്ഞുണ്ടല്ലോ, അത്രയ്ക്ക് കടുപ്പം. പാതാളം എന്ന് പറഞ്ഞാൽ അതിനെ ആർക്കും മാറ്റി എഴുതി അതിനകത്ത് തീ കുറയ്ക്കാനോ തീ കൂട്ടാനോ ആർക്കും കഴിയത്തില്ല. അത്രയ്ക്ക് കടുപ്പം അതിന്. നോക്കണം, പ്രിയനോടുള്ള സ്നേഹത്തെ താരതമ്യം ചെയ്യുന്നത് ഇങ്ങനെയാ. എന്നിട്ട് പിന്നെ വായിക്കുന്നു, അതിന്റെ ജ്വലനം അഗ്നിജ്വലനം, അതിന് ദിവ്യ ജ്വാലയാ. അതിനകത്ത് കത്തുന്ന ജ്വാലയുണ്ടല്ലോ, ഇറ്റ്സ് എ ഹോളി ഫയർ. എൻ്റെ അകത്ത് എൻ്റെ പ്രാണപ്രിയനോടുള്ള സ്നേഹത്തിന്റെ ജ്വാല എന്ന് പറഞ്ഞാൽ അത് ഈ ലോകത്തു നിന്നൊന്നും കത്തിച്ച അന്യാഗ്നിയൊന്നും അല്ല. ഇറ്റ്സ് നോട്ട് എ സ്ട്രേഞ്ച് ഫയർ. ഏതെങ്കിലും അടുപ്പിൽ നിന്നെടുത്ത് കത്തിച്ച തീയല്ല എൻ്റെ അകത്ത് ഇരിക്കുന്നത്. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എൻ്റെ അകത്ത് കത്തിച്ച തീ എന്ന് പറഞ്ഞാൽ എൻ്റെ തല പോയാലും ഇവിടെ കർത്താവിന് വേണ്ടി നിൽക്കുക എന്നുള്ള തീയ. അതാണ് ക്രിസ്തുവിനോടുള്ള തീ. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 8-ന്റെ 1-ാം പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുയേശുള്ളവർക്ക് ഇനി ഒരു ശിക്ഷാവിധിയും ഇല്ല. 8-1. 8-ന്റെ ഏറ്റവും ഒടുവിൽ പറയുന്നു, therefore now there is no separation. അതുകൊണ്ട് എന്നെ ക്രിസ്തുവിൽ നിന്ന് ആർക്കും വേർപിരിക്കാൻ കഴിയത്തില്ല. ഉയരത്തിലുള്ളതിനോ താഴ്ചയ്ക്കോ കഷ്ടങ്ങൾക്കോ നഷ്ടങ്ങൾക്കോ സങ്കടങ്ങളോ വെള്ളങ്ങളോ ഒന്നും, രോഗമോ ദുഃഖമോ ഒന്നും എന്നെ വേർപെടുത്തത്തില്ല. Now there is no condemnation, therefore there is no separation. ക്രിസ്തുവിനോട് കൂടി എന്നെ ചേർത്തവൻ അവന്റെ രക്തത്താൽ എന്നെ കഴുകി വീണ്ടെടുത്തത് കൊണ്ട് no one can separate me. കഷ്ടം വന്നുകൊള്ളട്ടെ, ദുഃഖം വന്നുകൊള്ളട്ടെ, എല്ലാരും വിട്ടുപോയിക്കൊള്ളട്ടെ. അതാണ് ഒരു ഭക്തന്റെ തീരുമാനം. ആ ഭക്തന് പറയാൻ കഴിയും, ഇതാണ് എൻ്റെ ബലം, മരണം പോലെ ബലമാണ്. അവിടെ 7-ാം വാക്യത്തിൽ ഞാൻ പറഞ്ഞു പോകുന്ന കെട്ടുപോകുന്നതിനെ കുറിച്ച്, ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. വെള്ളം ഏറി വന്നോട്ടെ, ഈ പ്രേമം എന്ന് ഞാൻ എൻ്റെ ദൈവത്തോടുള്ള ആ ജ്വാലയുണ്ടല്ലോ, ആ ഹോളി ഫ്ലെയിം, അതിനെ ആർക്കും കെടുത്തിക്കളയാൻ കഴിയത്തില്ല. അതാണ് ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ കത്തണ്ട ജ്വാല. ഏറിയ വെള്ളങ്ങൾ വന്നാലും സാഹചര്യങ്ങൾ വരുന്നതനുസരിച്ച്, ഇത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് ഗുണമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കാതെ നടക്കുന്ന അവനെ താണ്ട് ദൈവം അനുഗ്രഹിച്ചു വിട്ടിരിക്കുന്നു, മുഴുവനേ കെട്ടുപോയി, അതിനി ഊതിയാലും അത് കത്തിക്കാൻ പറ്റത്തില്ല, അത് കരിന്തിരിയായി. ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുപ്പാൻ പോരാ. ഏറിയ വെള്ളങ്ങൾ വന്ന് മുക്കിക്കൊള്ളട്ടെ, പക്ഷെങ്കില് നമ്മുടെ പ്രാണപ്രിയനോടുള്ള പ്രേമത്തെ ആർക്കും കെടുത്തിക്കളയാൻ കഴിയത്തില്ല. ഇവിടെ ബുദ്ധിയില്ലാത്തവരുടെ വിളക്ക് കെട്ടോണ്ടേയിരിക്കുക. നമ്മളിൽ ഇങ്ങനെ കെട്ടുകൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണോ, അതോ കെടുക്കാൻ കഴിയാത്തതുപോലെയാണോ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ പ്രിയനോടുള്ള സ്നേഹം? മറ്റൊരു ഭാഗത്ത് വീണ്ടും പറയുന്നുണ്ട് കെടുത്തുന്നതിനെ കുറിച്ച്. മത്തായി 12:19, മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 19. ചതഞ്ഞ ഓടെ അവൻ ഒടിക്കത്തില്ല, പുകയുന്ന തിരിയെ കെടുത്തിക്കളയത്തില്ല. എൻ്റെ കഷ്ടങ്ങളുടെ താഴ്വരയിൽ ഒരുപക്ഷെങ്കിൽ ഞാനൊരു പുകഞ്ഞു നീർന്നത് പോലെ ആയിരിക്കും. എനിക്ക് തന്നെ കത്തി എഴുന്നേക്കാൻ കഴിയുന്നില്ല, ഞാൻ വെറുതെ ഇരുന്ന് പുകയുക. എനിക്ക് ആഗ്രഹമുണ്ട്, എത്ര ഊതിയിട്ടും പറ്റുന്നില്ല. ഞാൻ എത്രമാത്രം ഊതും, അപ്പോഴത്തേന് ചുറ്റുമുള്ളവർ മണലൊക്കെ വാരി എറിഞ്ഞ് അതിനെ കെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷെങ്കിൽ എൻ്റെ അകത്തൊരു ജ്വാലയുള്ളത് കൊണ്ട്, എൻ്റെ അകത്ത് അവൻ്റെ പ്രേമത്തിന്റെ ജ്വാലയുള്ളത് കൊണ്ട് എന്നോടും നിങ്ങളോടും ഒരു വാഗ്ദത്തമുണ്ട്. ഈ ചതഞ്ഞു കിടക്കുന്ന ഓടെ അവൻ ഒടിക്കത്തില്ല, ഈ പുകയുന്ന തിരി അവൻ കെടുത്തത്തില്ല, അവൻ വീണ്ടും കത്തിക്കും.
അങ്ങനെ കത്തിക്കുന്ന ഒരു തിരിയാണോ നമ്മൾ? അതോ കെട്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണോ? നമ്മുടെ അകത്തെ പ്രേമം കെട്ടുകൊണ്ടിരിക്കുകയാണോ? അതോ നമ്മുടെ അകത്തെ പ്രേമം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അതുകൊണ്ട് 1 തെസ്സലോനിക്കർ 5:19 പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയോട് പറഞ്ഞു, ആത്മാവിനെ കെടുക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്. അതാ ആ ജ്വാലയുടെ ഇന്ധനം. ആ ജ്വാല കത്താനുള്ള ഓയിലെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. അതിനെ കെടുത്തിക്കളയരുത്. ഇത് കത്തിക്കൊണ്ടിരിക്കും തോറും അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മളിൽ കൂട്ടിക്കൊണ്ടേയിരിക്കണം. അത് നമ്മളിൽ ഒഴുകിക്കൊണ്ടേയിരിക്കണം. കെട്ടുപോകുന്നത് കൊണ്ട് അവര് എണ്ണ ചോദിക്കാൻ പോയി. ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം, എന്താ നമ്മുടെ അവസ്ഥ? എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും അവസ്ഥ എന്താ? തീയേ ഇല്ലാത്ത അവസ്ഥയുണ്ടോ? ഇതുവരെയും കത്തിച്ചിട്ടില്ലാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് കത്തിക്കുന്നൊരു ദിവസമായിട്ട് തീരട്ടെ. കുറെ നാൾ ഒത്തിരി കത്തിക്കൊണ്ട് നിന്നതാ, പക്ഷേ ഇപ്പൊ കരിന്തിരിയാ കത്തുന്നത്. നമുക്കതിനെ വീണ്ടും ഒന്ന് കത്തിക്കാം പരിശുദ്ധാത്മാവ് കൊണ്ട്. അവന് പുകയുന്ന തിരിക്കെടുത്തത്തില്ല. കെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുവാണോ? അങ്ങനെയെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടും? അവിടെ നമുക്ക് ഓടിപ്പോയി വാങ്ങിക്കണം. 9-ാമത്തെ വാക്യം, കെട്ടുകൊണ്ടിരുന്നവരോട് ബുദ്ധിയുള്ളവരൊരു ബുദ്ധി ഉപദേശം എന്താണെന്നറിയാമോ? നിങ്ങൾക്കും ഞങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാന് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവീൻ. എന്തൊരു കഷ്ടമാ! ഒരു കാര്യം അത്യാവശ്യത്തിന് ആപത്ത് കാലത്ത് സഹായിക്കാത്തവൻ ഒരു സ്നേഹിതനാണോ? ആപത്ത് കാലത്ത് വന്ന് നിൽക്കുക, മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പൂളി അവിടെ റോഡിൽ വന്ന് നിൽക്കുമ്പോഴേ എണ്ണ അല്പം ചോദിച്ചപ്പം തരത്തില്ലെന്ന് അവരെ വിധിച്ച് തള്ളും. പക്ഷെങ്കിൽ ഇവര് ബുദ്ധിയുള്ളവർ എന്താ? നിങ്ങൾക്ക് ഞങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ. ഇവർ ബുദ്ധിയാ ഉപദേശിച്ചത്. എന്താണെന്നറിയാമോ? ഈ ബുദ്ധിയുള്ള കന്യകമാരുടെ സ്വഭാവം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെപ്പോഴും വിൽക്കുന്നവരുടെ അടുക്കൽ എപ്പോഴും അവർക്കൊരു കോണ്ടാക്ട് ഉണ്ട്. അവർ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിരുന്നു അവിടെ. അവര് എന്നും പറ്റുപടി അവിടെ അവർക്ക്. അവർ വേറെ എങ്ങും വിട്ടിട്ട് പോകത്തില്ല. എണ്ണ കിട്ടുന്നിടത്തായിരുന്നു അവരെന്നും പൊക്കോണ്ടിരുന്നത്. അവർക്കറിയാം ആ റോഡ് കൃത്യം, അവർക്കറിയാം. അവരെ കണ്ണ് കെട്ടി വിട്ടാൽ അവരവിടെ പോയി നിൽക്കും. വിൽക്കുന്നവരുടെ അടുത്ത് അവർ പറഞ്ഞു, റൂട്ട് അവിടെയാ, പൊയ്ക്കോ. അവരെപ്പോഴും അവരുമായിട്ട് കോണ്ടാക്റ്റിലായിരുന്നു. അതുപോലെ അവർ വളരെ ഷുവറായിരുന്നു അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത്. അവിടെ സ്റ്റോക്ക് കുറവാന്ന് ഒരിക്കലും പറയത്തില്ല. ഈ ബുദ്ധിയുള്ളവർക്കറിയാം ആ കടയിൽ ചെന്നാൽ അവിടെ ഇഷ്ടം പോലെയുണ്ട്, ചെല്ലാത്ത കുഴപ്പമുള്ളൂ, ചെന്നാ കിട്ടുമെന്നറിയാം. മറ്റൊന്ന്, ഇവർക്ക് നല്ല പരിചയമാ ആ വിൽക്കുന്നവരെ. ഈ ബുദ്ധിയുള്ളവർക്ക് നല്ല പരിചയം, അടുത്ത പരിചയമുണ്ട്. അതുകൊണ്ട് എപ്പോൾ ചെന്നാലും അവർക്ക് കിട്ടും. അവരെവിടെയുണ്ടെന്ന് അവർക്കറിയാം. എപ്പോഴും ആ വിൽക്കുന്നവരോട് എപ്പോഴും സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്നവരായിരുന്നു ഇവര് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് അവർ പെട്ടെന്ന് മറ്റൊന്നും പറഞ്ഞു, ഞങ്ങളൊന്ന് ചിന്തിക്കട്ടെ, എവിടെ കിട്ടുമെന്നൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കട്ടെ എന്നൊന്നും അവർ പറഞ്ഞില്ല. വിൽക്കുന്നവരുടെ അടുക്കൽ നിങ്ങൾ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. ഇവരാണ് ബുദ്ധിയുള്ളവർ. ആരാണ് ബുദ്ധിയുള്ളവർ? വെളിപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരെല്ലാവരും ആണ് കന്യകമാർ. കുഞ്ഞാടിനെ അനുഗമിച്ചു പോകുന്നവരാണ് ഈ ബുദ്ധിയുള്ളവർ. കുഞ്ഞാടിനെ അനുഗമിച്ചു പോകുന്നവരെ എപ്പോഴും ആ വിൽക്കുന്നവരുടെ കൂടെ, വിൽക്കുന്നവരെ തൊട്ടുരുമിയായിരിക്കും അവർ യാത്ര ചെയ്യുന്നത്. എപ്പോഴും അവരുടെ വിളക്കിൽ എണ്ണ അവിടുന്ന് അങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവരുടെ വിളക്കിലേക്ക് അവിടുന്ന് ഒരു പൈപ്പ് ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. എപ്പോഴും അത് വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. കുഞ്ഞാടിനെ അനുഗമിക്കുന്നവരുടെ വിളക്കിലെ എണ്ണ ഒരിക്കലും തീർന്നു പോകത്തില്ല. അപ്പോൾ നമ്മളിവിടെ കണ്ടു, അർദ്ധരാത്രിയായിരുന്നു. ഘോഷയാത്രയ്ക്കും രാത്രിയുടെ ബാക്കി ഭാഗത്തിനും വിളക്കുകൾ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് കരുതിയ എണ്ണ ഈ 5 ബുദ്ധിയുള്ള കന്യകമാരുടെ വിളക്കുകൾക്ക് അവർക്ക് മതിയായതാ. അവർക്കത് ആവശ്യത്തിന് അവരുടെ കയ്യിലുണ്ട്. അവർക്കത് ഭാഗം വെക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ബുദ്ധി ഇല്ലാത്തവർക്ക് അവർക്ക് കൊടുക്കാനായിട്ട് അവര് ഒരുങ്ങിയില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ. ഞാൻ അനുഭവിച്ച രക്ഷയുടെ അനുഭവം എനിക്ക് ഒരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. ആ ആള് തന്നെ അതിന് തീരുമാനമെടുക്കണം. എനിക്ക് സാക്ഷ്യപ്പെടുത്താം.
എനിക്ക് പറയാം വഴി ഇതാന്ന്, വിൽക്കുന്ന കട ഇവിടെ ഉണ്ടെന്ന് എനിക്ക് പറയാം. അത്രേ പറ്റത്തുള്ളൂ. അവര് പോകണം, അവര് സമർപ്പിക്കണം, അവര് ഹൃദയം തുറക്കണം, അവര് വിശ്വസിക്കണം, അവരുടെ കണ്ണുകൾ തുറക്കണം, അവര് തീരുമാനമെടുക്കണം. അതൊരു വിശ്വാസത്തിന്റെ പ്രവൃത്തി. അത് മറ്റൊരാൾക്ക് നമുക്ക് വിഭജിച്ച് കൊടുക്കാൻ ആർക്കും കഴിയത്തില്ല. യേശുക്രിസ്തുവിലൂടെ നമ്മുടെ വിശ്വാസം വളരെ വ്യക്തിപരമാണ്. എൻ്റെ അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഞാൻ രക്ഷിക്കപ്പെടത്തില്ല, ഞാൻ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളും രക്ഷിക്കപ്പെടത്തില്ല. ഇത് കടം വാങ്ങിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇതിൽ നിന്ന് ഞാൻ പ്രാപിക്കുന്ന സ്വർഗീയമായ അനുഭവങ്ങളും അത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ആത്മീയ ഫലങ്ങളും എന്നിൽ നിന്ന് വേറൊരാൾക്ക് എനിക്ക് പകുത്തു കൊടുക്കാൻ പറ്റത്തില്ല. അത് എൻ്റെ അകത്ത് വളർന്ന വിശ്വാസം, എൻ്റെ അകത്ത് വന്ന ബലം, എൻ്റെ അകത്ത് വന്ന പിന്നെ ദൈവിക വെളിപ്പാടുകൾ, അത് ആ ഒരു അനുഭവം ഒരാൾക്ക് വീതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കൈമാറാൻ കഴിയത്തില്ല. അത് അവർ തന്നെ പോയി വാങ്ങിക്കണം. ഇതൊരിക്കലും ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സ്രോതസ്സുമായി പല സാഹചര്യങ്ങളിൽ കൂടി നമ്മൾ ദീർഘനേരം നമ്മൾ ചെലവഴിക്കണം. ആ വിൽക്കുന്നവന്റെ കൂടെ നമ്മൾ ദീർഘനേരം ചിലവഴിക്കുമ്പോൾ ഒരു അദൃശ്യമായ ഒരു ഹൃദയ ബന്ധം നമുക്ക് വിൽക്കുന്നവനുമായിട്ടുണ്ടാകും. അന്ന് വരെ ജീവിതത്തിൽ യാതൊരു ഒരുക്കങ്ങളും ചെയ്തിട്ടില്ലാത്തവർക്ക് പകുത്തു കൊടുക്കാൻ കഴിയാത്ത ഹൃദയത്തിലെ ചില അനുഭവങ്ങളും കാഴ്ചപ്പാടും, നമ്മുടെ മനോഭാവങ്ങളിലെ മാറ്റം, നമ്മുടെ സ്വഭാവത്തിലെ മാറ്റം, നമ്മുടെ പരിജ്ഞാനത്തിലുണ്ടാകുന്ന ഏറിയ അളവ്, നമ്മുടെ അറിവ്, നമ്മുടെ ധാരണയ്ക്കൊക്കെ മാറ്റമുണ്ടാകും. ഇതൊക്കെ എങ്ങനെ നമുക്ക് വേറൊരാൾക്ക് പകുത്തു കൊടുക്കാൻ പറ്റുന്നത്? മുറിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ അകത്തുള്ള പ്രത്യാശ, എൻ്റെ അകത്തൊരു പ്രത്യാശയുടെ നങ്കൂരം എൻ്റെ അകത്തുണ്ട്. ഉണ്ട് എന്ന് എനിക്ക് ഒരാളോട് പറയാനല്ലാണ്ട് ആ നങ്കൂരം എടുത്ത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ അകത്ത് ഞാൻ ഒരു ഉറപ്പ് പ്രാപിച്ചിട്ടുണ്ട്. ആ ഉറപ്പ് ഒരാൾക്ക് ഞാൻ എടുത്തു കൊടുക്കാൻ പറ്റത്തില്ല. ആ ജ്ഞാനം മറ്റൊരാൾക്ക് പറ്റത്തില്ല. ഇത് ബുദ്ധിയുള്ളൊരു കന്യകയുടെ ഉള്ളിലുണ്ട്. അതെങ്ങനെ ഒരു രാത്രി കൊണ്ട് വന്നതല്ല, ഒരു ദിവസം കൊണ്ട് വന്നതല്ല. അത് മാസങ്ങളും വർഷങ്ങളും കൊണ്ട് പല അവസ്ഥകളിൽ കൂടി കടന്നുപോയി, തിക്തമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. അതെ, ത്യജിക്കൽ അനുഭവപ്പെട്ട്, മുറിവ് അനുഭവപ്പെട്ട്, അതെ, പരീക്ഷകളിലും കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയി പണിയപ്പെട്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ. പരിശോധനയുടെ നടുവില് ആർജിച്ചെടുത്തതായി വിശ്വാസവും വിശുദ്ധിയൊക്കെ. അത് ഈ സ്വഭാവങ്ങൾ കാലക്രമേണ ആ കന്യകയുടെ ബുദ്ധിയുള്ള കന്യകയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറിക്കഴിഞ്ഞു. ഇതെങ്ങനെ പൗത്തു കൊടുക്കാൻ പറ്റും? ഇത് ജീവിതം മുഴുവനും ഇതൊരു ലൈഫ് ടൈം പ്രോസസ്സാണ്. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടല്ല. വിശ്വാസ ജീവിതം മരണം വരെ നമ്മള് വിശ്വസ്തരായിരിക്കുക, മരണപര്യന്തം വിശ്വസ്തരായിട്ടിരുന്ന് പ്രാപിക്കുന്ന ഒരു കാര്യമായത്. എന്തിനു വേണ്ടിയിട്ട് ഇത്രമാത്രം കിടന്ന് കഷ്ടപ്പെടുന്നത്? സംഭവബഹുലമായ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പായത്. ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയിട്ട് നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ കാണുന്നത് ആകൊണ്ട്. ഒന്നുകിൽ അവന്റെ വരവിൽ അവന്റെ മുമ്പിൽ നാം അവനെ കാണുന്നു, ഇല്ലെങ്കിൽ നാം മധ്യാകാശത്തില് സ്വർഗീയ അനുഭവങ്ങളില് നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ മരണത്തോടു കൂടി ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞ് ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്ന ആ നിമിഷത്തിന്, ആ ഒരൊറ്റ നിമിഷത്തിന് വേണ്ടിയിട്ട് ഈ ലൈഫ് ടൈം ഒരുക്കം, ഈ പ്രിപ്പറേഷൻ. ഈ ബുദ്ധി ഇല്ലാത്തവർക്ക് പ്രിപ്പറേഷൻ ഇല്ലായിരുന്നു, ബുദ്ധിയുള്ളവരെ പ്രിപ്പയർ ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കി, നമുക്കിത് കടം വാങ്ങിക്കാൻ പറ്റുന്ന കാര്യമല്ല, പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 17 തൊട്ട് 19 വരെയുള്ള അവിടെയുള്ള വാക്യങ്ങളിൽ പത്രോസും യോഹന്നാനും പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ശിമിയോൻ എന്ന് പറഞ്ഞ അവനും പരിശുദ്ധാത്മാവ് കിട്ടി. പക്ഷെങ്കിൽ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്ന കണ്ടുടനെ ആ ശിമിയോൻ വന്നേച്ച് പറഞ്ഞു, പിന്നെ അപ്പോസ്തലപ്രവൃത്തി 8-ന്റെ 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ശിമിയോൻ അത് കണ്ടപ്പോൾ ശിമിയോൻ കുറച്ച് ദ്രവ്യം കൊണ്ടുവന്നു, കുറച്ച് കറൻസി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, 8-ന്റെ 19-ാം വാക്യത്തിൽ, ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണം. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്റെ കൂടെ നശിച്ചു പോകട്ടെ. പണം ദ്രവ്യം കൊടുത്ത് വാങ്ങിക്കാനായിട്ട് ചെന്ന ഒരു ശീമോനെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അവൻ രക്ഷിക്കപ്പെട്ടതാ. ആ ഭാഗം നമ്മൾ വായിച്ചാൽ അറിയാം, അവൻ സുവിശേഷം കേട്ട് അവൻ രക്ഷിക്കപ്പെട്ടു.
പക്ഷെങ്കില് അവൻ ലൈഫ് ടൈം പ്രോസസ്സിൽ കൂടെ കടന്നു പോകാൻ അവന് താല്പര്യമില്ല. എന്നാൽ പത്രോസ് യോഹന്നാനും അതെ, അവര് കഷ്ടങ്ങളിൽ കൂടി ഗുരുവിന്റെ കൂടെ നടന്ന്, ക്രിസ്തുവിന്റെ കൂടെ നടന്ന്, വെല്ലുവിളികളെ സ്വീകരിച്ച് അവര് അപ്പോസ്തല പ്രവൃത്തിയിൽ വന്ന് നിൽക്കുക. തലപോകുന്ന പരിപാടിക്ക് അവരിവിടെ വന്ന് നിൽക്കുന്നത് അപ്പോസ്തല പ്രവൃത്തിയില്. അതെ, യോഹന്നാന്റെ സഹോദരൻ യാക്കോബിനെ തലവെട്ടി അപ്പോസ്തല പ്രവൃത്തിയില്. പത്രോസിനെ തലകീഴായിട്ട് ക്രൂശിച്ചു. ഇതൊക്കെയാണ് ഇവരുടെ ജീവിതത്തിൽ ഇവര് അഭിമുഖീകരിക്കാൻ പോകുന്നതും ഇവര് കണ്ടതുമാകുന്ന കാര്യങ്ങള്. ഈ യോഹന്നാൻ എന്താണ് സംഭവിച്ചത്? യോഹന്നാനെ തിളച്ച എണ്ണയിലിട്ടു. അതിനു വേണ്ടിയിട്ടും ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായ ശിഷ്യന്മാരെ ഈ പത്രോസും യോഹന്നാനും. എന്നിട്ട് അവരോട് വന്നിട്ട് പറയാ, ഞാൻ ദ്രവ്യം തരാം, എനിക്കിതിങ്ങ് തരാമോ? എനിക്കിതൊന്നും പണിതെടുക്കാനൊന്നുള്ള നേരമില്ലെന്ന്, സമയമില്ല, എനിക്ക് സമയമില്ല, എനിക്കിതിനൊന്നും എന്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട്. എന്താണ് അവൻ? എന്നിട്ട് എന്ത് പറ്റി? അവനെ ശപിക്കപ്പെട്ടവനായിട്ട് അവൻ ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ഇടയായി തീർന്നു. നമുക്ക് വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കാം. യെശയ്യാവ് 55:1 വായിക്കുന്ന, അല്ലയോ ദാഹിക്കുന്ന ഏവരും, ദാഹമുണ്ടോ എന്ന് നമുക്ക്, എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അധികമായൊരു ദാഹത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ആഗ്രഹിക്കാം. മണവാളൻ വരുന്നു, താമസിക്കത്തില്ല. ദ്രവ്യമില്ലാത്തവരായുള്ളവരെ വെള്ളത്തിന് വരുവീൻ. ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ വരിക. ദ്രവ്യം വേണ്ടെന്നാ പറഞ്ഞത്. ഇവിടെ ശിമയോൻ ദ്രവ്യം കൊണ്ട് വന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, ദ്രവ്യമില്ലാത്തവർ വെള്ളത്തിന് വരുവീൻ. വെള്ളം ഇത് വാങ്ങി തിന്നുവീൻ. ഇത് നിങ്ങളുടെ ദാഹത്തിനും വിശപ്പിനും ഒക്കെ പറ്റും. ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വന്ന് വാങ്ങിക്കൊള്ളുവീൻ എന്ന് വിളിക്കുന്നു. അതെ, പ്രവാചകൻ. ബുദ്ധിയില്ലാത്ത കന്യകമാർ ബുദ്ധിയുള്ള കന്യകമാരുടെ യോഗ്യതയിലൂടെ സൃഷ്ടാവുമായിട്ടുള്ള ഐക്യം കൈവരിക്കാൻ അവർ പ്രതീക്ഷിച്ചു. എങ്ങനെങ്കിലും ഇത് നേടിയെടുക്കാനോ, അവർക്ക് നേടിയെടുത്തതുപോലെ നേടിയെടുക്കാമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ ബുദ്ധിയുള്ള കന്യകമാർ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുക്കുക. ആത്യന്തികമായ ആത്മാവിന്റെ മോചനവും അതേ ആ രക്ഷയും ആ വീണ്ടെടുപ്പ് അതൊക്കെ വ്യക്തിപരമാണെന്നുള്ളത് നമ്മൾ വീണ്ടും മനസ്സിലാക്കണം. അതുകൊണ്ട് വ്യക്തിപരമായ ഒരു സമർപ്പണത്തിന് ഇന്ന് രാത്രികാലം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രവാചക പുസ്തകങ്ങളിൽ പറയുന്നു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കണ്ട. നമുക്ക് പ്രാർത്ഥിക്കാം തമ്മിൽ മക്കൾക്ക് വേണ്ടിയും അപ്പന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷ പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല, വീണ്ടെടുപ്പ് പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല, ആത്മീക അനുഭവങ്ങൾ പകർന്നു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. അപ്പോൾ ഇതൊരു പേഴ്സണൽ ഡിസിഷനാണ്. ഇങ്ങേറ്റം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അവിടെ നോഹ പാപം ചെയ്ത ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ ഇരിക്കുന്നവരോട് എസെക്കിയേൽ പ്രവാചകൻ വിളിച്ചു പറയാ, നോഹയോ ദാനിയേലോ ഇയ്യോബോ എന്നീ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കത്തുള്ളൂ എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവര് വന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇതിന്ന് രക്ഷ കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മൾ എത്ര കഠിനമായ പാതയിലാണെങ്കിലും ഈ അച്ചടക്കത്തോടുകൂടി ആത്മനിയന്ത്രണത്തോടുകൂടി നമ്മൾ ഏറി ജാഗ്രത പുലർത്തി ഈ ലക്ഷ്യത്തിൽ നമ്മൾ എത്തണമെന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, ഇവിടെ അതുപോലെ തന്നെ ലവദോക്യ സഭയുമായിട്ട് ഈ ഉപമയ്ക്ക് വളരെ അടുപ്പമുണ്ട്, വളരെ ബന്ധമുണ്ട്. ലവദോക്യ സഭയിൽ എന്താ പറ്റിയത്? വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തില് നമുക്കവിടെ കാണാൻ കഴിയുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾ ധനവാന്മാര്, ഞങ്ങൾക്ക് ഇനി ഒന്നിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് നല്ല ഉടുപ്പുണ്ട്, ഞങ്ങൾക്ക് കണ്ണിന് നല്ല കാഴ്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയാ, അവർക്കെല്ലാം ഉണ്ട്, ഞങ്ങൾ ധനവാൻ. 3-ാം അധ്യായം 17-ാം വാക്യം, ഞങ്ങൾ ധനവാൻ, സമ്പന്നരായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞു. പോയി വാങ്ങിക്കേണ്ടവര്, പോയി വാങ്ങിച്ച് പ്രാപിക്കേണ്ടവര് നിന്നിട്ട് പറയാ, ഞങ്ങൾ ധനവാന്മാരാണ്, ഞങ്ങൾക്ക് സമ്പന്നതയുണ്ട്, ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല. അവരെ നോക്കിയിട്ട് വെളിപ്പാട് പുസ്തകത്തില് യോഹന്നാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നീ അരിഷ്ടനും നിർഭാഗ്യനും ദരിദ്രനും കുരുടനും നഗ്നനുമെന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീരൂതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകത്തക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതാൻ ലേപനം എന്നോട് വന്ന് വിലയ്ക്ക് വാങ്ങിക്കൊള്ളാൻ. എന്നോട് വന്ന് വിലയ്ക്ക്, നിനക്ക് ഉടുപ്പില്ല, നീ നഗ്നന, എന്റെ അടുക്കൽ വാ, ഞാൻ നിനക്ക് നീതിയുടെ വസ്ത്രം തരാം.
അതുപോലെ തന്നെ നിനക്ക് തീയിൽ ഊതിക്കഴിച്ച പൊന്നില്ല എന്ന് പറയാൻ നിന്നെ അണിയിച്ചൊരുക്കുന്ന നിനക്ക് സൗന്ദര്യം വരുത്തുന്നത് ഒന്നും നിന്റെ ശരീരത്തിൽ ഇല്ല. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെ, മണവാട്ടി തന്നെത്താൻ അണിഞ്ഞൊരുക്കുന്നത് പോലെ ഇന്ന് നമ്മുടെ ആഭരണം എന്താ? ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നത്. അവന്റെ സ്തുതി എന്ന മേലാട നമ്മളുടെ മേലുള്ളത്. ആ ആഭരണം അതൊന്നുമില്ല. എൻ്റെ അടുക്കൽ വരുവീൻ. നിനക്ക് കണ്ണിന് കാഴ്ചയുണ്ടെന്ന് പറയുന്നത്, നീ പെറും പൊട്ടനാ, നിനക്ക് കണ്ണ് കാണത്തില്ല, നീ കാണേണ്ടതുപോലെ കാണുന്നില്ല. നീ കാണുന്നു എന്താണെന്നറിയാം, മനുഷ്യര് മരങ്ങൾ പോലെ നടക്കുന്നെന്ന്. അങ്ങനെ കാണുന്നു. കർത്താവ് പറഞ്ഞു, ഒന്നും കൂടെ വാ, ഞാൻ ഒന്നും കൂടെ നിന്നെ തൊടട്ടെ. ആ സെക്കൻഡ് ടച്ചിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇതെല്ലാം എന്നോട് വന്ന് വാങ്ങാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. എന്തുപറ്റി? 10-12 വാക്യത്തില് അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ലാസ്റ്റ് മിനിറ്റിൽ ഇവർ വാങ്ങാനായിട്ട് ഓടി. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ചെന്നു. വാതില് അടച്ചു. അതിനുശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ, കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറക്കണമേ. മത്തായി സുവിശേഷം 7-ാം അധ്യായം വായിക്കുന്നു, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, ഇല്ലേ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കി. അധർമ്മം പ്രവർത്തിക്കുന്ന ഏവരുമേ എന്നെ വിട്ടു പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. അവിടെ അറിയുന്നില്ല എന്നുള്ള വാക്ക്, അതേ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 12-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. നമ്മുടെ കണ്ണിന്റെ കാഴ്ചക്ക് ലേപനം വാങ്ങിക്കാൻ നമ്മൾക്ക് ലഭിക്കുന്നിടത്ത് നമ്മൾ പോയി വാങ്ങിക്കുന്നില്ല എങ്കിൽ, എൻ്റെ നഗ്നത മറയ്ക്കാനുള്ള എൻ്റെ വസ്ത്രം, ആ മേലാട, സ്തുതി എന്ന മേലാട, നീതി എന്ന കല്യാണ വസ്ത്രം, അത് വാങ്ങുവാനായിട്ട് അത് ലഭിക്കുന്നിടത്തേക്ക് ഞാൻ കടന്നു എന്ന് വാങ്ങിക്കുന്നില്ല എങ്കിൽ, എൻ്റെ വിളക്കിനകത്ത് എണ്ണ ലഭിക്കുന്നിടത്ത് ഞാൻ പോയി വാങ്ങിക്കുന്നില്ല എങ്കിൽ, എൻ്റെ കണ്ണിന് ലേപനം ഞാൻ അവിടെ പോയി വാങ്ങിക്കുന്നില്ലെങ്കിൽ, ആ ഒരു ദിവസം വരും, ഭയാനകമായ ഒരു ദിവസം വരും. ടെറിഫൈങ് വേർഡ്സ് ആണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അന്നേരമൊക്കെ നമുക്ക് പോയി പറയാം, അയ്യോ നിങ്ങൾക്ക് കർത്താവെ അറിയത്തില്ല, എൻ്റെ അപ്പൂപ്പൻ മുതൽ ഞങ്ങൾ തലമുറയായിട്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളായിരുന്നു, ഞങ്ങൾ പള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്, പള്ളിക്ക് ഒത്തിരി കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ അവരെ സഹായിച്ചിട്ടുണ്ട്, ഇവരെ സഹായിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒത്തിരി നല്ല പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, നിന്റെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെ. ക്രിസ്തു ഇല്ലാതെ എന്ത് നല്ല പ്രവൃത്തി ചെയ്താലും അത് കറപുരണ്ട തുണി പോലെ. ഒരു കുഷ്ഠരോഗിയുടെ കയ്യില്, ഒരു കുഷ്ഠം പിടിച്ചവന്റെ കയ്യില് ഒരു സ്വർണ്ണ പാത്രം ഇരുന്നേച്ച് ആ സ്വർണ്ണ പാത്രത്തിൽ ഭിക്ഷ യാചിക്കാൻ പോയി കഴിഞ്ഞാൽ ആരും ആ പാത്രം മോട്ടിക്കത്തില്ല. കാരണം എന്താണെന്നറിയാമോ? അതിരിക്കുന്നത് കുഷ്ഠരോഗിയുടെ കയ്യിലാണ്. എൻ്റെ കുഷ്ഠത്തെ സൗഖ്യമാക്കാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഒരു ഭയാനകമായ ഒരു വാക്കാണ് ഇവിടെ നമുക്ക് കാണുന്നത്. കർത്താവേ കർത്താവേ തുറക്കണമെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്താ ഇവർക്ക് പറ്റിയത്? അവരവരുടെ ജീവിതത്തിന്റെ സമയം കർത്താവിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തില്ല. എവിടെയെന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്? നമ്മുടെ ജോലികൾ ഇങ്ങനെ പോകുന്നേ, നമുക്ക് നമ്മുടെ ജോലി തീരത്തില്ലെന്ന്. വീട്ടിലിരിക്കുന്നവർ പറയും, എനിക്ക് വീട്ടിലെ ജോലി തീർന്നിട്ട് സമയമില്ലെന്ന്. ജോലിക്ക് പോകുന്നവർ പറയും, എനിക്ക് അവിടുത്തെ ജോലി തീർന്നിട്ട് സമയമില്ലെന്ന്. പിന്നെ നമുക്ക് സമയം കിട്ടുന്നത് നമ്മളൊന്ന് കണ്ടെത്താനൊന്ന് ആഗ്രഹിച്ചാട്ട് ദൈവം നമ്മുടെ മുമ്പിൽ സമയം കൊണ്ടുതരും. നിങ്ങൾ എഴുതി വെച്ചു, ഇതൊക്കെ അനുഭവിച്ച വ്യക്തിയായി പറയുന്നത്. ദൈവം നമ്മുടെ മുമ്പിൽ സമയം കൊണ്ടുതരും. അതൊരു അറിയുന്നില്ല എന്ന് അവരുടെ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെങ്കിൽ വൺ സൈഡ് റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ നോ റിലേഷൻഷിപ്പോ. ദൈവം അവരെ സ്നേഹിച്ചിരുന്നു, ആ ഒരു റിലേഷൻഷിപ്പ് ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു, അതുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ എന്നേക്കുമായിട്ട് വിച്ഛേദിക്കപ്പെട്ട ഒരു ബന്ധവുമായിരുന്നായിരിക്കാം അവരുടേത്. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ഇവർ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ സ്വീകരിച്ചാൽ തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അതാണല്ലോ ഇപ്പൊ നമ്മൾ കൂടുതലും കാണുന്നത്. എനിക്കൊരാവശ്യമുണ്ട്, എൻ്റെ മോളെ കെട്ടിക്കണം, എൻ്റെ മോക്ക് അഡ്മിഷൻ വേണം, എനിക്ക് വീട് വേണം, എൻ്റെ കടം തീരണം, എനിക്ക് ആവശ്യമുണ്ട്, കർത്താവേ വരണേ, ഐ ഇൻവൈറ്റ് ഹിം, ഞാൻ അവനെ ക്ഷണിച്ച് വീട്ടിൽ വരുത്തും. അല്ലാതെ അവൻ്റെ കൽപ്പനയോട് ഞാൻ ഒരിക്കലും എന്നെ തന്നെ അലൈൻ ചെയ്യുന്നില്ല. ഞാൻ അവനോട് ഒന്നിച്ച് നടക്കില്ല. ആമോസ് 3:3 വായിക്കുന്നു, അവനോട് തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയത്തില്ല. ഇല്ലെങ്കിൽ എപ്പോഴും ദൈവത്തോട് ഫൈറ്റ് ആയിരിക്കും നമുക്ക്. അവൻ്റെ ശബ്ദത്തോട് നമ്മൾ യെസ് എന്ന് പറയാതെ, അവൻ വേണ്ടെന്ന് പറയുന്നതിനെ വേണ്ടെന്ന് പറഞ്ഞ് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞില്ലെങ്കിൽ എന്നും ദൈവത്തോട് യുദ്ധം ചെയ്താ മുന്നോട്ട് പോകുന്നത്. വാതിൽ അടഞ്ഞു പോകുമേ.
വാതിലടഞ്ഞു പോകും. കർത്താവേ കർത്താവേ എന്നൊന്നും വിളിച്ച് കണ്ട, കർത്താവേ എന്നെ അറിയുന്ന ആളാ വിളിക്കുന്നത്. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. പക്ഷെങ്കിൽ ഇന്ന് ദൈവം നമ്മളെ വിളിക്കുകയാണ്. ആ ഒരു അധികമായ ജീവൻ, സമൃദ്ധിയായ ജീവന് നമ്മളിലേക്ക് തരാൻ അവൻ ആഗ്രഹിക്കുന്നു. കെടുത്തിക്കളയരുത്, തീ കെട്ടുപോകാൻ അനുവദിക്കരുത്. ഇത് കത്തി വെറുതെ കരിന്തിരിക്ക് വേണ്ടിയിട്ട് അതിങ്ങനെ കെടാനായിട്ട് ഒരുങ്ങിയിരിക്കുവാണോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കത്തിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എന്നാൽ ബുദ്ധിയുള്ളവരെ കുറിച്ച് നമുക്കറിയാം. ആരാണ് ബുദ്ധിയുള്ള കന്യകമാര്? ബുദ്ധിയുള്ള കന്യകമാരാരാ? അവര് ഉറപ്പുള്ള പാറമേൽ വീട് പണിതവരാ ബുദ്ധിയുള്ളവർ. ക്രിസ്തുവാകുന്ന പാറമേല് വീട് പണിതവരാണ് ബുദ്ധിയുള്ള കന്യകമാർ. അതുപോലെ തന്നെ യജമാനൻ തന്റെ വീട്ടുകാർക്ക് തത്സമയത്ത് യജമാനൻ ഏൽപ്പിച്ചതൊക്കെയും കൃത്യനിഷ്ഠയോടെ, വിശ്വസ്തയോടെ, ബുദ്ധിയോടെ ചെയ്തവരാണ് ബുദ്ധിയുള്ള കന്യകമാർ. ഈ ബുദ്ധി നമുക്ക് എവിടുന്ന് കിട്ടും? ഉയരത്തിൽ നിന്ന് കിട്ടണം. ഉയരത്തിലുള്ള ജ്ഞാനം. ബുദ്ധിയില്ലാത്തവർ, ജ്ഞാനമില്ലാത്തവർ കർത്താവിനോട് ചോദിക്കട്ടെ എന്നാണ് യാക്കോബ് ലേഖകൻ പറയുന്നത്. ഈ ബുദ്ധിയില്ലാത്തവരെ, അവരെ സംബന്ധിച്ച് അവര് ഡൾ മൈൻഡഡാ. അവരിങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കുക. അവർക്കൊന്നിനെ കുറിച്ചും ഒരു ദൈവത്തിന്റെ വചനം ഒരു റിയലിസ്റ്റിക് ആയിട്ട് അവരെടുക്കുന്നില്ല. ഇത് സത്യമാണെന്നുള്ളൊരു ഒരു ഒരു ഉത്ബോധം അവർക്കില്ല. അവർ കെയർലെസ്സാ. എന്നാൽ ബുദ്ധിയുള്ള കന്യകമാർ മനഃപൂർവ്വം അവരുടെ ജീവിതം അവർ ക്രമപ്പെടുത്തുകയും ദൈവത്തെ അടുത്തു വെച്ച് കൂടെ പിടിച്ചു നിർത്തി ദൈവത്തോട് കൂടെ നടന്ന് അനുഭവിക്കുക, അറിയുക. ഇവിടെ ഞാൻ നിങ്ങളെ അറിയുക. അറിയുക എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. എബ്രായ ഭാഷയിൽ അതിന്റെ വാക്ക് യാദ എന്നുള്ള വാക്ക്. അത് ആദ്യമായിട്ട് ആ വാക്ക് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തില്. അവിടെ പറയുന്നു, ആദം ഹവ്വയെ അറിഞ്ഞു, അവൾ മക്കളെ പ്രസവിച്ചു. അറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇന്റിമസി എന്ന്. അതിന്റെ അർത്ഥം ഒന്നായി തീരുക എന്ന് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ക്രിസ്തുവിനെ അറിയുമ്പോൾ എന്നിൽ നിന്ന് ഫലങ്ങൾ പുറപ്പെട്ട് വെളിയിൽ വരുന്ന ഒരു അറിവാത്. അതാ വായിച്ച അറിവല്ല, ആരിലും കേട്ട അറിവല്ല, ലൈബ്രറിയിൽ കുറെ ബുക്കുകൾ അടുക്കി വെച്ചൊരു അറിവല്ല. അവനെ അറിയുക, അവനെ അനുഭവിച്ച് അറിയാൻ ശ്രമിക്കുന്നവര് കാലക്രമേണ അവര് ആത്മാവിൽ അവർ സമ്പന്നരായിട്ട് തീരുന്ന ആൾക്കാരായിട്ട് തീരും. അതുകൊണ്ട് 13-ാം വാക്യത്തിൽ വായിക്കുന്നു, നാളും നാഴികയും അറിയാത്തത് കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. നമ്മുടെ ഈ കണ്ണ് തുറന്നിരിക്കുക എന്നല്ല ഇവിടെ വായിക്കുന്നത്. ഇവിടെ ഗ്രിഗോറിയോ എന്നുള്ളൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. അതിൻ്റെ അർത്ഥം നമ്മുടെ സ്വയം ആത്മീയ അവസ്ഥയെക്കുറിച്ച് നമുക്കൊരു അറിവ് വേണം. എൻ്റെ ആത്മീയ അരാജകത്വത്തെക്കുറിച്ച് എനിക്കൊരു തിരിഞ്ഞു നോട്ടം നടത്തണം. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കാൻ തക്കവണ്ണം ഒരു മനസ്സെനിക്ക് ഉണ്ടായിരിക്കണം. എൻ്റെ ആത്മീയ അരാജകത്വത്തെക്കുറിച്ച് ആഴമേറിയ ഒരു അറിവ് എനിക്കുണ്ടായിരിക്കണം. അങ്ങനെ ഒരു ജാഗ്രത ഞാൻ പുലർത്തി ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സസൂക്ഷ്മതയോടെ ആത്മീയമായിട്ട് ഉണർന്നിരിക്കുക. വേണ്ട കർത്താവ്, എനിക്കത് വേണ്ട, ആ അരാജകത്വം എനിക്ക് വേണ്ട, എനിക്ക് എഴുന്നേൽക്കണം എന്ന് പറയുന്ന ആ എഴുന്നേൽപ്പിനെ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലാതെ അലാം വെച്ചിട്ട് ഉണർന്നിരിക്കുന്ന, അല്ല നമ്മുടെ ഈ കണ്ണുകൾ തുറന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ 10 പേരെ കർത്താവ് ഇവിടെ പ്രതീക്ഷിച്ചത് എങ്ങനെയാണെന്നറിയാമോ? മണവാളൻ പ്രതീക്ഷിച്ചത് 10 പേർക്കും എല്ലാവരും വിളിച്ചിരുന്നു. ഇവർക്കെല്ലാവർക്കും കല്യാണ വസ്ത്രം ഉണ്ടായിരിക്കണം. നമ്മൾ ഇതിനു മുമ്പ് ഒരു ഉപമയിൽ പഠിച്ചു, കല്യാണ വസ്ത്രം ഇല്ലാത്തവരെ പുറത്തു കളയുന്നു. ഈ 10 പേരെയും കർത്താവ് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം അവര് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും സ്നേഹത്തിൽ അന്യോന്യം അവർ സഹവസിച്ച് ആത്മാവിന്റെ ഐക്യതയിൽ അവർ ദിനംതോറും വളരാൻ വിളിക്കപ്പെട്ടവരാ. എന്നാൽ ഈ 5 പേർ അതിൽ നിന്നൊക്കെ മാറി നിന്നു. ആ വിളിയിൽ നിന്ന് അവർ മാറി നിന്നു. അവർ വിശുദ്ധരാകാൻ അവരെ 10 പേരെയും വിളിച്ചതാ. പണ്ടത്തെ അജ്ഞാത കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെയൊക്കെ മാതൃകയാക്കാതെ വിളിച്ച വിശുദ്ധരൊത്തവണ്ണം അനുസരണമുള്ള മക്കളായിട്ട് നടക്കാനായിട്ട് ഈ 10 പേരെയും വിളിച്ചിട്ടാണ് അവിടെ ആർപ്പുവിളി നടത്തിയത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ 5 പേരെ ഉണ്ടായുള്ളൂ. ഈ നാളുകളിലും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവില് അരിപ്പയിൽ അരിക്കുന്നത് പോലെ ഒരു ശേഷിപ്പ് മാത്രമേ കാണത്തുള്ളൂ. ഇതൊരിടുക്കമുള്ള വാതില, വിശാല വാതില് ഒക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു നിൽപ്പുണ്ട്.
എല്ലാവർക്കും അതിനാ താല്പര്യം. ഈ ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് കർത്താവ് പറയുന്നത്. ഇങ്ങനെ കടന്നു പോകുന്ന ബുദ്ധിയുള്ള കന്യകമാരുടെ സൗന്ദര്യത്തെക്കുറിച്ച് 45 സങ്കീർത്തനത്തിൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇടുക്കുവാതിലൂടെ കടന്നു വന്ന് ലോകക്കാർ നോക്കുന്നുണ്ടേ, ഓ അവിടെ കഷ്ടത തീർന്നിട്ട് നേരമില്ല, അവൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടിയത്? എന്നാ നോക്ക്, ദാ ഇങ്ങനെ പോകുന്നവർ കണ്ടില്ലേ, ഇതൊന്നുമില്ലാതെ കണ്ട് അവർ ഒരുമിച്ച് അവർ കുടുംബമായിട്ടൊക്കെ അവരൊക്കെ അങ്ങ് അഭിവൃദ്ധി പ്രാപിച്ചു പോകുന്ന കണ്ടില്ലേ? ഇങ്ങനൊക്കെ നോക്കിയിട്ട് അതെ ദുഷ്ടന്റെ കൊഴുത്തുരുണ്ട് നടക്കുന്ന കണ്ടിട്ട് വിഷമം തോന്നിയ ഭക്തൻ പോയി നിലവിളിച്ചത് 73 സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ തീർച്ചയായിട്ടും വഴിവിഴിപ്പിലാണ് നിൽക്കുന്നത്. അവൻ നിലവിളിച്ച് അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിയപ്പോഴവന് മനസ്സിലായി അവർ തീർച്ചയായിട്ടും വഴിവെഴുപ്പിലാണ് നിൽക്കുന്നത്. ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അവർ ഭാഗ്യവാന്മാരെന്ന് എല്ലാവരും പറഞ്ഞു. എന്നാൽ ഇടുക്കുവാതിലിൽ കൂടി കുറച്ച് ചതഞ്ഞും മുറിവേറ്റും അനേകരാൽ ത്യജിക്കപ്പെട്ടും മുറിവേറ്റും ഒക്കെ പോയപ്പോൾ അതെ അനേകരുടെ ജീവിതത്തിലുള്ള പല ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒന്നും അനുഭവിക്കാൻ കഴിയാത്ത ഭക്തന്മാരുണ്ട്. അവർക്കൊരു സൗന്ദര്യമുണ്ട്. പക്ഷെങ്കിൽ അവർക്കൊരു സൗന്ദര്യമുണ്ട്. മണവാളം നോക്കുമ്പോൾ 45 സങ്കീർത്തനത്തിന്റെ 13, 14 വാക്യത്തില് അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയ, അവളുടെ വസ്ത്രം പൊൻ കശവ് കൊണ്ടുള്ളതാ. അവളെ ചിത്രത്തൈയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരെ കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. ഈ ഒരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈ ഒരു സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അവസാനമായിട്ട് വാതിലടയ്ക്കും. എത്ര കൊട്ടിയാലും തുറക്കത്തില്ല. അതിൻ്റെ അർത്ഥം അത് അടഞ്ഞു തന്നെയിരിക്കും. എത്ര ആഞ്ഞു കൊട്ടിയാലും, ദാനിയേൽ വന്നാലും, അബ്രഹാം വന്നാലും, യാക്കോബ് വന്നാലും, പാരമ്പര്യം പറഞ്ഞാലും ഒന്നും ഈ വാതിൽ പിന്നെ തുറക്കത്തില്ല. അനുതാപത്തിന് പിന്നെ സ്ഥാനമില്ല. അനുദപിക്കാനോ തെറ്റുതിരുത്താനോ പിന്നെ അവിടെ അവസരം നഷ്ടപ്പെട്ടു പോകും. ഒരു പ്രാർത്ഥനയ്ക്കോ യാചനയ്ക്കോ പോലും ഈ വാതിൽ തുറന്നു തരത്തില്ല. ദൈവാവസാനമായിട്ട് വാതിൽ അടച്ചിരിക്കുന്ന നോഹയുടെ പെട്ടകം നമുക്ക് കാണാൻ കഴിയുന്നു. അതെ, ദൈവം അടച്ചു നോഹയുടെ പെട്ടകം. പ്രളയകാലത്തുടനീളം അടച്ചിടാനായിട്ട് ദൈവം ആ വാതിൽ അടച്ചു. ലോകത്തിലെ മുഴുവൻ പ്രാർത്ഥനകൾ അർപ്പിച്ചാലും അടച്ച പെട്ടകത്തിന്റെ വാതിൽ ശേഷം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് തുറക്കത്തില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. ദൈവം അടച്ച വാതിൽ നിത്യമായി. ഇന്ന് കൃപയുടെ വാതിൽ തുറന്നിരിക്കുക. അതുകൊണ്ട് ഇന്ന് നമ്മൾ എവിടെയായിരിക്കുന്നത്? നമ്മുടെ വിളക്കിനകത്തെ എണ്ണ, നമ്മളാണ് ആ വിളക്ക്. ഇതിനകത്ത് പരിശുദ്ധാത്മാവ്, ഇതിനകത്തെ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ചുള്ള അറിവ്. ദൈവത്തിന്റെ വചനം എന്തിനാ അറിയുന്നത്? നമ്മളെ ശുദ്ധീകരിക്കുന്നു, അത് നമുക്ക് പ്രത്യാശ തരുന്നു, അത് നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തുന്നു. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് നമ്മുടെ ജീവിതത്തിൽ അത് ശോഭിക്കപ്പെടുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ എണ്ണ എന്തൊക്കെ ചെയ്യുന്നു? എണ്ണ ലൂബ്രിക്കേറ്റ് ചെയ്യും, ജീവിതത്തിലെ ഫ്രിക്ഷൻസ് മാറ്റും, ജീവിതത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഇടയായിത്തീരും. ഓയിൽ ലൂബ്രിക്കേറ്റ്സ്, എണ്ണ ഹീൽ ചെയ്യും, എണ്ണ കത്തിക്കും. എണ്ണ ചിലതിനെയൊക്കെ ഫ്യൂവൽ അത് കത്തിക്കാൻ കൊള്ളും, അത് വാം ചെയ്യും. അത് തണുപ്പ് വരുന്ന ഉടനെ എണ്ണ കൊണ്ട് കത്തിച്ചാൽ നമുക്കത് ചൂട് തരും. എണ്ണ നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യും, എണ്ണ മോട്ടിവേറ്റ് ചെയ്യും നമ്മളെ, എണ്ണ നമ്മളെ എൻകറേജ് ചെയ്യും. അതുപോലെ തന്നെ പല പെർഫ്യൂമുകൾക്കും എണ്ണ ഉപയോഗിക്കാറുണ്ട്. അത് വാസന തരും നമുക്ക്. എണ്ണ പോളിഷ് ചെയ്യും, നമ്മളെ മിനുസമുള്ളതാക്കി തീർക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ അഴുക്ക് തുടച്ചു നീക്കുകയും നമ്മുടെ പരുക്കനായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങളെയൊക്കെ ചെത്തി വെടിപ്പാക്കി നമ്മളെ മിനുസപ്പെടുത്തി നിർത്തുന്ന അത്തരം ഒരു എണ്ണയാൽ നമുക്ക് നിറയാം. വാതിലടയും, അടയാതിരിക്കുവാൻ തക്കവണ്ണം വാതിൽ നമ്മൾ കൊട്ടിയാൽ അവൻ തുറക്കത്തില്ല. ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയാത്തത് കൊണ്ട് ഉണർന്നിരിപ്പീൻ. നമ്മൾ ഈ പിറന്നിരിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, നമ്മൾ ഈ ഭൂമിയിൽ വന്ന് പിറന്നിരിക്കുന്നുണ്ടല്ലോ, ഇതൊരു ഗ്രീൻ റൂമാ. സ്റ്റേജ് അവിടെ ഉണ്ട്. കർട്ടന്റെ പിൻപിൽ നമ്മൾ നിൽക്കുക, നമ്മൾ ഭയങ്കര മേക്കപ്പ് നടത്തുക. ഇവിടെ എനിക്ക് മേക്കപ്പ് ചെയ്യാനുള്ള സാധനം മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. എനിക്ക് കണ്ണിൽ എഴുതാനുള്ള ലേപനവും എനിക്കിടാനുള്ള ഗാർമെന്റും മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അടുത്തൊരാൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നോട് പറയാ, അയ്യോ എനിക്ക് തരാമോ സഹോദരി, അത് തരാമോ? ഞാൻ കൊണ്ടുവന്നില്ല, ഞാൻ മറന്നുപോയി. ഞാൻ കൊടുക്കത്തില്ല. എങ്ങനെ കൊടുക്കാൻ പറ്റും? എനിക്കെന്റെ അടുത്തതിന്റെ പേര് വിളിക്കും. അവിടെ കർട്ടൻ മാറും, എനിക്ക് ചെന്ന് അവിടെ എന്റെ പാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൊടുക്കാൻ പറ്റുമോ? വി ആർ ഇൻ ദ ഗ്രീൻ റൂം. നമ്മൾ പിറന്നു വീണിരിക്കുന്ന ഈ ലോകം, അതെ, ഇതൊരു ഗ്രീൻ റൂമാ. വരുവാനിരിക്കുന്ന നിത്യരാജ്യത്തിന്
മുൻപുള്ള ഒരു റൂമിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ രാജാവിൻ്റെ വിരുന്നുശാലയിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയാത്ത വണ്ണം ഈ ഗ്രീൻ റൂമിൽ നമ്മളുടെ ഒരുക്കങ്ങൾ അത് ചെയ്യാതിരിക്കരുതാരും. നമ്മൾ ചെയ്യണം, ഒരുങ്ങണം. ഈ ഗ്രീൻ റൂമിൽ നമുക്ക് ഒരുങ്ങാം. ഞാൻ അണിയാനുള്ളത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാനുള്ളതല്ല. അതുകൊണ്ട് ആമോസ് 4:12 വായിക്കുന്നു, അതുകൊണ്ട് ഇസ്രായേലേ, ഇത്രയും നമ്മൾ ധ്യാനിക്കാനിടയായി തീർന്നു. ഇസ്രായേലിനോട് പറയുന്ന ഒരു വചനം ആമോസ് പ്രവാചകൻ, നമ്മൾ സ്പിരിച്വൽ ഇസ്രായേല. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ, ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നമുക്ക് നമ്മുടെ രാജാവിനെ എതിരേൽക്കാൻ ഈ ദിവസങ്ങളിൽ അവൻ്റെ വചനത്താലും അവൻ്റെ ആത്മാവിനാലും നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.